ഹല്ലത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യാ, നിനക്ക് വന്നു കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു കാലഘട്ടം? ഒരു പേര് പോലും പറയാൻ പറ്റാത്ത ഒരു വസ്തുവായിരുന്ന ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയില്ലേ? 50 വയസ്സുകാരാ, 55 കൊല്ലം മുമ്പ് നിന്റെ പേരെന്താ? 20 വയസ്സുകാരാ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 25 കൊല്ലം മുമ്പ് നമ്മൾ ആരാ, നമ്മൾ എന്താ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? എന്നിട്ട് നമ്മളെക്കുറിച്ച് അല്ലാഹ് പറയാണ്, അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യരെ നാം സൃഷ്ടിച്ചില്ലേ? നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനുമാക്കി എന്നിട്ട് അവനെ മാറ്റുകയാണ്. എന്തിനാണ് കാഴ്ച, എന്തിനാണ് കേൾവി, എന്തിനാണ് ഈ അവയവങ്ങളൊക്കെ തന്നിരിക്കുന്നത്? ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. എന്നിട്ട് അല്ലാഹു തആല നമുക്കൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗമനുസരിച്ചുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നന്ദിയുള്ളവനാകും, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി മാറും. ഏത് കോലത്തിലാണ് പോകണമെന്നുള്ളത് തീരുമാനിക്കാൻ നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. സൂറത്തുൽ ഇൻസാനിന്റെ, സൂറത്തു ദഹറിന്റെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആയത്തുകൾ സ്വമേധയാ മനസ്സറിഞ്ഞൊന്ന് ഇരുന്ന് വായിച്ചു നോക്ക്. ഈ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പല സന്ദർഭങ്ങളിലായി അള്ളാഹ് പറയുന്നുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടും നൽകിയില്ലേ? സംസാരിക്കാൻ, കേൾക്കാനുള്ള കാത് നൽകിയില്ലേ? എല്ലാം നൽകിയ പടച്ചറബ്ബാണ് പറയുന്നത്, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ കാഴ്ച, ഈ കേൾവി, ഈ ഹൃദയമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ലഭിച്ച ഈ ശ്വാസമുണ്ടല്ലോ, നമ്മൾ പ്രവർത്തിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇവിടെ വന്ന് ഇരിക്കാൻ കൊതിക്കുന്ന എത്രയോ പേര് രോഗികളാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ആഴ്ചയിലും മാസങ്ങളിലും ആശുപത്രികളിൽ പോയി അഡ്മിറ്റാകുന്ന എത്ര രോഗികളുണ്ട്. അള്ളാഹു എല്ലാവിധ അപകടകരമായ മാരകമായ വിപത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വരുന്ന ഓരോ വഴികളിലും ചെറിയ ചെറിയ QR കോഡുകൾ കൊണ്ടുവന്ന് വെച്ച്, ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ച് 15 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ, 4 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ, 5 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കാൻ പണത്തിന് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ടോ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ, കോടികൾ കൊടുത്താൽ കിട്ടാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ച് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ലാഹു തആല ഇതൊക്കെ തന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെയുള്ളത് ചോദ്യം ചെയ്യപ്പെടും. ഈ കാഴ്ചയും ഈ കേൾവിയും ഈ ഇരിക്കാനുള്ളതും നടക്കാനുള്ളതുമായ എല്ലാം നൽകിയിട്ടുണ്ടോ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, സംശയിക്കണ്ട. അതുകൊണ്ട് മനുഷ്യ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കാതുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നന്നായി ചിന്തിച്ചില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, അള്ളാന്റെ ഖുർആൻ പറയാണ്, ധാരാളം ആളുകൾ ഇൻസ് വർഗത്തിലും ജിന്ന് വർഗത്തിലും പെട്ടവർ, മനുഷ്യരിലും ജിന്നിലും പെട്ടവർ, വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തിലും ഇൻസ് വർഗത്തിലും പെട്ട ഭൂരിഭാഗത്തെ കൊണ്ട് നരകത്തിൽ കൊണ്ടുപോയി കുത്തി നിറക്കുന്നതാണ്. എന്തേ കാരണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഖൽബുണ്ടായിരുന്നു, അവർ ചിന്തിക്കുന്നവരായിരുന്നില്ല.
വലഹും ആദാനുൻ കാതുകളുണ്ടായിരുന്നു ലാ യസ്മഊന ബിഹാ അവർ കേൾക്കാൻ സന്നദ്ധരല്ല, കേൾക്കാൻ മനസ്സില്ല, പഠിക്കാൻ താല്പര്യമില്ല, ദീന് കേൾക്കാൻ ഇഷ്ടമില്ല, മ്യൂസിക് ആസ്വദിക്കും, സിനിമ ആസ്വദിക്കും, വേണ്ടാത്തരങ്ങളും ഗീബത്തും നമീമത്തും കേട്ട് ചിരിച്ചു നടക്കും. പക്ഷേ ഹക്കറിയാൻ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, നബിചരിത്രം പഠിക്കാൻ, കേൾക്കാൻ അവരൊരുക്കമല്ല. വലഹും അയ്നുൻ കണ്ണുകളുണ്ട് ലാ യുബ്സിറൂന ബിഹാ ആ കണ്ണുകൊണ്ട് അവർ കാണേണ്ടത് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറല്ല. ഉലൈക കൽഅൻആം അവർ കന്നുകാലികളെ പോലെയാണ്. കുറേ തിന്നും, കുടിക്കും, ഉറങ്ങും, രസിക്കും, രമിക്കും, അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ല. ഉലൈക കൽഅൻആം അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അദൽ അതിനേക്കാൾ വഴി പിഴച്ചവരാണ്, കന്നുകാലികളെക്കാൾ മോശമാണെന്നും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഞാനും നിങ്ങളും ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വിശദീകരിച്ച് പറയുന്ന തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കും, നരകത്തിന്റെ ഗർജനം ഇങ്ങനെ ആളിപ്പടരുകയാണ്. തഗയ്യുളം വസഫീറാ ആളിക്കത്തുന്ന നരകത്തിന്റെ ഗർജനം അവിടെ അലയൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകക്കാരെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അവർ വിലപിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് പറയുന്ന വാക്ക് അവിടെ പറയാതിരിക്കാൻ ഈ പുച്ചേങ്ങലങ്ങാടിയിലെ മുത്തന്നൂരിലെ പരിസരക്കാരോട് അള്ളാന്റെ ഖുർആൻ ഒന്ന് വായിച്ചു നോക്ക്. വഖാലു അവർ നരകക്കാര് അവിടെ വെച്ച് പറയും, ലൗ കുന്നാ നസ്മഉ ഞങ്ങളൊന്ന് ആ സത്യം കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ആളിക്കത്തുന്ന ഈ നരകത്തിന്റെ അദാബിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിന്റെ വിറകായി ഞങ്ങൾ മാറൂലായിരുന്നു. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലിഅസ്ഹാബിസ് സഈർ അവർ അവരുടെ തെറ്റ് സമ്മതിക്കുന്നതാണ്. അവിടെ വെച്ചുകൊണ്ട് അവരുടെ കുറവുകൾ അവരവിടെ വെച്ച് സമ്മതിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അവസരം ഓരോന്നും, ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്. ഈ മണിക്കൂറുകൾ നമ്മുടെ ആയുസ്സാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ആയുസ്. സമയം ഒരിക്കലും ഇനി പിറകോട്ട് പോകുന്നില്ല, മുന്നോട്ട് കടന്നു പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ മനുഷ്യന്മാർ എപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ ഭാവി എവിടേക്കാണ്, എവിടെ വെച്ച് അവസാനിക്കുന്നതാണ്. അള്ളാന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ് അള്ളാഹനെ നന്നായി സൂക്ഷിച്ചോളൂ. എല്ലാം നൽകിയ പടച്ചറബിന്റെ കൽപ്പനകളെ പാലിച്ചോളൂ. അവൻ വിലക്കിയതിൽ നിന്ന് ഒഴിവായി ജീവിച്ചോളൂ. തഖ്വ പാലിച്ചോളൂ. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിച്ചിട്ട് വത്തഖുല്ലാഹ് വീണ്ടും അല്ലാഹനെ സൂക്ഷിച്ചോളൂ. ഈ സമയത്ത് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശ്വാസം ഒന്ന് നിലച്ചാൽ, ഈ രക്തഓട്ടം ഒന്ന് അവസാനിച്ചാൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം ഒന്ന് നിലച്ചു പോയാൽ നമ്മുടെ പേര് പിന്നെ മയ്യിത്ത് എന്നാണ്. പണിയെടുക്കാനുള്ള, അധ്വാനിക്കാനുള്ള സമയം കഴിഞ്ഞു, സ്വതക്കന്റെ സമയം കഴിഞ്ഞു, സ്വലാത്തു ചൊല്ലാൻ ഇനി അവസരമില്ല, ദിക്ർ ചൊല്ലാൻ ഇനി അവസരമില്ല, മഹാന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ പാത അന്വേഷിച്ച് ഇൽമ പഠിക്കാൻ ഇനി അവസരം കിട്ടൂല. അവന്റെ പേര് ഇനി മയ്യിത്ത് എന്നാണ്. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ പ്രിയപ്പെട്ട മക്കൾ പോലും വന്ന് പറയാൻ തുടങ്ങും, മയ്യിത്ത് കൊണ്ടുവരാനായോ, മയ്യിത്ത് കുളിപ്പിക്കാനായോ, മയ്യിത്ത് എടുക്കാനായോ, മയ്യിത്ത് നിസ്കരിക്കാൻ ആരാണുണ്ടാവുക? എല്ലാവരും പറയുന്നത് മുഹമ്മദ് എന്നല്ല, സുബൈർ എന്നല്ല, ഖദീജ എന്നല്ല, ആയിഷ എന്നല്ല, മയ്യിത്ത് എവിടെ, മയ്യിത്ത് എവിടെയാ എന്നാണ് പിന്നെ ചർച്ച. പേരെന്നെ മാറി.
എന്തൊക്കെ അടിപൊളിയായി വസ്ത്രം ധരിച്ച് ഓരോ ഫാഷനുകളും കളറും ഡിസൈനും നോക്കി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫ്ലിപ്കാർട്ടിലും എവിടെയും കിട്ടുന്ന അടിപൊളി ഡ്രസ്സുകൾ നോക്കി നടന്ന നമ്മളെയാണ് 3 തുണിയിലേക്ക്, വെള്ള തുണിയിലേക്ക് മാറ്റി പുതപ്പിക്കുകയാണ്. മറക്കാൻ മടി കാണിച്ചിരുന്ന പെണ്ണിനെ മുഴുവനായി അന്ന് മറച്ചിരിക്കും. അന്നാർക്കും ഒഴിവില്ല, 3 തുണിയിൽ അവനെ പൊതിയുകയാണ്. നല്ല ബെൻസ് കാറിൽ, വിലപിടിപ്പുള്ള കാറിൽ തരം നോക്കി ഓടിച്ചിരുന്ന മനുഷ്യനെ മയ്യത്ത് കട്ടിലിലേക്ക് ചുമന്ന് കൊണ്ടുപോവുകയാണ്. 4000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ AC ഉള്ള ബെഡ്റൂമിൽ നിന്ന് 6 അടി മണ്ണിലേക്ക് മനുഷ്യ നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. ഈ റോട്ടിൽ കൂടെ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ബാക്കിൽ കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും പള്ളിക്കാട് വരെ ഉണ്ടാകും, നിസ്കരിക്കാനുണ്ടാകും. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും കച്ചവടവും മര്യാദയും അനുസരിച്ച് ജനാസയുടെ എണ്ണം, വലുപ്പം, ആളുകളുടെ എണ്ണം കൂടും. സുഹൃത്തുക്കളെ, ഈ നാട്ടിലത്തെ ഏത് സംഘടനക്കാരനും ഏത് പ്രസ്ഥാനക്കാരനും എത്ര വലിയ തങ്ങളും നേതാവും സയ്യിദും സാദാത്തായാലും 3 കാര്യങ്ങളാണ് ഒരാളുടെ ജനാസന്റെ കൂടെ പോവുക. അഹ്ലുഹു, അവന്റെ കുടുംബക്കാരുണ്ടാകും, സംശയമില്ല. വമാലുഹു, അവന്റെ സമ്പാദ്യമായ ശിഷ്യന്മാര്, സുഹൃത്തുക്കള്, പ്രിയപ്പെട്ടവര്, മക്കളൊക്കെ അവന്റെ കൂടെ ഉണ്ടാകും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകും. ആകെ 3 കൊണ്ടുപോകുന്നത്. അവന്റെ സ്ഥാപനം കൊണ്ടുപോണില്ല, അവന്റെ സമ്പത്ത് കൊണ്ടുപോണില്ല, മറ്റൊന്നും എടുത്തു വെക്കുന്നില്ല. അവന്റെ മൊബൈൽ വേറെ ഒരാൾ ഇനി ഉപയോഗിക്കും. അവന്റെ വാച്ച്, മോതിരം അവൻ ഉപയോഗിച്ചിരുന്നതെല്ലാം അവൻ ഇനി മറ്റൊരാളുടെ കയ്യിലേക്ക്. അവന്റെ സമ്പാദ്യങ്ങൾ ഇനി അനന്തരാവകാശികളിലേക്ക് മാറും. അവന്റെ മക്കളെ നോക്കിയിട്ട് നമ്മൾ പറയും, അവിടെ ഒരു യതീമായ കുട്ടിയുണ്ട്, ഒരു ബാക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അവളുടെ ഭാര്യനെ നോക്കിയിട്ട് പറയും, എന്താല്ലേ അവളൊരു വിധവയാണല്ലോ. പേര് പോലും സ്ഥാനങ്ങൾ മാറുകയാണ്. 3 പോയിട്ട് 2 മടങ്ങിപ്പോരുകയാണ്. കുടുംബക്കാർ പോരുകയാണ്. 3 പിടി മണ്ണ് വാരിയിട്ട് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കണ്ണീരോടെ പ്രിയപ്പെട്ട മക്കള്, വാപ്പ, കുടുംബക്കാര് തിരിച്ചു പോരാണ്. അതുപോലെ പ്രാസ്ഥാനികര്, ബന്ധുക്കൾ, കമ്മിറ്റിക്കാരെല്ലാവരും പോരാണ്. ആരും ആ മണ്ണിനടിയിൽ കിടന്നു കൊടുക്കാനില്ല. അവന്റെ പ്രവർത്തനം മാത്രം ബാക്കി ഉണ്ടാകും. കളവ് പറഞ്ഞവനെ, ഖബറിൽ നിന്റെ കൂടെ കളവുകൾ ഉണ്ടാകും. മോഷണം നടത്തിയവരെ, ലഹരി ഉപയോഗിച്ചവരെ, സിഗരറ്റ് വലിച്ചവരെ, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, ആനന്ദങ്ങൾക്ക് വേണ്ടി, വ്യഭിചാരത്തിന്റെ, പലിശയുടെ, തോന്നിവാസത്തിന്റെ, കൈക്കൂലിയുടെ, ചൂഷണത്തിന്റെ എന്തെങ്കിലും കെടുതികൾ ഇവിടുത്തെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുന്നു, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തിന് വല്ലാത്ത ഒരു വെപ്രാളമുണ്ട്, ഒരു മരണത്തിന്റെ വേദനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തിന്റെ ശറഫാക്കപ്പെട്ട നേതാവ്, ഇനി ഒരു നേതാവ് വരാനുണ്ടോ? ഇത്ര ശറഫാക്കപ്പെട്ട ആ പ്രവാചകർ മരിക്കുന്നതിന്റെ മുമ്പ് 13 ദിവസം രോഗം ബാധിച്ച് കിടപ്പിലായി ബോധമറ്റ് തളർന്നു പോയ നിമിഷങ്ങളുണ്ട്. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ 2 പേരുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് കാല് നിലത്തുകൂടെ വലിച്ചു പോയ ചരിത്രം ഹദീസിലുണ്ട്. മരിക്കുന്നതിന്റെ മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, അതേ നബി തങ്ങൾ അവിടെ നിന്നൊരു വാക്കുച്ചരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാ. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ മരണത്തിന്റെ മുമ്പ് പഠിപ്പിക്കുകയാണ്, മരണത്തിന് അപാരമായ വേദനയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ലോകത്തുനിന്ന് വഫാത്തായി. ഈ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഈ മരണവും അതിൻ്റെ ശേഷം വരാനിരിക്കുന്ന ബർസഖ്, നീണ്ടു കിടക്കുന്ന ലോകം, അത് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിലുള്ള മഹ്ശറ, അത് കഴിഞ്ഞാലുള്ള വിചാരണ, അത് കഴിഞ്ഞാൽ അവസാനം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിൽ രണ്ടിലെവിടെയെങ്കിലും ഒരു സ്ഥാനമുണ്ടാകും. അതാണ് ഇമ്മാ ഷാക്കിറ, നന്ദിയുള്ളവനാണോ സ്വർഗക്കാരനാകാ,
കഫൂറായ നന്ദി കെട്ടവനായാൽ നരകമുണ്ട്. ഇതൊക്കെ തൽക്കാലം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും അപഹസിക്കാനും ട്രോളാനും വേണ്ടി സ്വർഗം നരകം തമാശ പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ വഹിയിലൂടെ പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ ഹദീസിലൂടെ പറഞ്ഞ വാക്കാണ്. അന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്. നിഷേധിക്കണവർക്ക് നിഷേധിച്ച് നടക്കുക, പരിഹസിക്കുന്നവർക്ക് പരിഹസിച്ച് നടക്കുക, ഇല്ലാന്ന് പറയണവർക്ക് ഇല്ലാന്ന് നിഷേധിച്ച് നടക്കുക. ഒന്നും പ്രശ്നമൊന്നുമില്ല. കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുമെന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ثُمَّ لَتَرَوُنَّهَا عَيْنَ الْيَقِينِ, ശരിയായ നേർക്കണ്ണ് കൊണ്ട് നിനക്ക് കാണിച്ചു തരും നരകം. വലിച്ചു കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. എന്നിട്ട് പറയും ഹാദിഹി ജഹന്നമുല്ലതി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചിരുന്നൊരു നരകല്ലേ ഇതാണത്. നിങ്ങളില്ലെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞു നടന്നില്ലേ, അതാണിത്. ഇന്നാളില്ലെങ്കിൽ ഞാൻ ആ സ്വർഗത്തേക്ക് ഞാനില്ല, ഞാൻ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ, EMS ഉള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ, മറ്റുള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ ഒക്കെ തമാശക്ക് പറയുമ്പോഴും സ്റ്റേജ് കെട്ടി പറയുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ചിരിച്ചും പരിഹസിച്ചും ട്രോളിയും കളിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ആ നരകം കണ്ണിൻ്റെ മുമ്പിൽ നിനക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട്. ആരാണ് അന്ന് രക്ഷപ്പെടുക? സുഹൃത്തുക്കളെ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ആരാണ് അന്ന് അവിടെ രക്ഷപ്പെടുന്നത്? ആരാണ്? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള പ്രവാചകന്റെ വഹീന്റെ വാക്കിലാണ് ആ പറയുന്നത്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി അവസാന കാലത്ത് പിരിഞ്ഞു നിൽക്കും, ഫിറഖത്തുകളായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകക്കാരായിരിക്കും. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒറ്റ വിഭാഗമല്ലാത്തവരൊക്കെ നരകത്തിലായിരിക്കും. പിന്നെ ആരാ? ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗമല്ലാത്തവർ നരകത്തിലായിരിക്കും. അപ്പൊ സംശയമുണ്ടായി, ആരായിരിക്കും ആ ഒരു വിഭാഗം? ഒരു പതാക പറഞ്ഞില്ല, ഒരു സംഘടനന്റെ പേര് ചൂണ്ടിക്കാണിച്ചില്ല, ഏതാനും ചില അടയാളങ്ങൾ പറഞ്ഞില്ല, ഒരൊറ്റ വാക്കിൽ അത് വിശദീകരിച്ചു. അത് മതി. മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട നേരായ പാത, സിറാത്തുൽ മുസ്തഖീം, ആ പാതയിൽ ആരാണോ ജീവിക്കുന്നത് അവരെ അവിടെ ഉണ്ടാകൂ. അത് ഒരുപാടുണ്ടാകുമോ? അത് ഒരുപാട് സംഘങ്ങൾ ഉണ്ടാകുമോ? വളരെ കുറച്ചു പേരെ ആ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി മാറുകയുള്ളൂ. അതാരാകണമെങ്കിൽ നമ്മൾ സ്വഹാബത്തിൻ്റെ മാർഗം പഠിക്കണം, പ്രവാചകന്മാരുടെ മാർഗം പഠിക്കണം. 17 തവണ നമസ്കാരത്തിൽ കൈകൾ കെട്ടിയിട്ട് അള്ളാന്റെ മുമ്പിൽ നമ്മൾ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. പടച്ച റബ്ബേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അത് പറയുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണേ അല്ലാ. ഇതൊരു വെറുതെ ചോദിച്ച ചോദ്യമല്ല, ഇതാണ് മാനദണ്ഡം. സ്വർഗം ലഭിക്കാനുള്ള നിബന്ധന സിറാത്തുൽ മുസ്തഖീം കിട്ടണമെന്നാണ്. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ നമ്മളൊക്കെ കൃത്യമായി പഠിച്ച, ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയ സൂറത്ത് യാസീനിൽ അള്ളാഹ് ചോദ്യം ചോദിക്കുന്നുണ്ട്. അലം അഹ്ദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ, അല്ല മനുഷ്യരെ, നിങ്ങളോട് കരാറ് പറഞ്ഞതല്ലേ ശൈത്താനിനെ ആരാധിക്കരുത്. അല്ലാഹുവല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, കേന്ദ്രങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ അത് ശൈത്താനിനെ ആരാധിക്കലാണ്. അവൻ വഴിപിഴച്ചവനാണ്. നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ,
ഒരു നേരായ മാർഗം ഖുർആനിലൂടെ തന്നിട്ടുണ്ട്, ഹദീസിലൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് പിൻപറ്റുക, അത് പഠിക്കുക, പാലിക്കുക, പ്രവർത്തിക്കുക. വിശുദ്ധമായ വചനങ്ങളിൽ കാണാൻ സാധിക്കുന്ന വാക്കുകൾ എത്ര കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ആരാണ് ആ മാർഗത്തിന്റെ വക്താക്കളാരാ? ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. ആരാ അള്ളാഹ് അനുഗ്രഹിച്ച ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ വക്താക്കൾ? ആരാ? അമ്പിയാക്കന്മാരാണ്, സുദ്ദീഖുമാരാണ്, നബിമാരാണ്, സുദ്ദീഖുമാരാണ്, ശുഹദാക്കന്മാരാണ്, സ്വാലിഹീങ്ങളാണ്. അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കുന്നവർ ആരായിരുന്നാലും അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചൊരു മീൻകച്ചവടക്കാരൻ ജീവിച്ചാൽ, ഒരു ബാർബർ ജീവിച്ചാൽ, ഒരു ഉസ്താദ് ജീവിച്ചാൽ, ഒരു തങ്ങള് ജീവിച്ചാൽ, ഒരു രാഷ്ട്രീയക്കാരൻ ജീവിച്ചാൽ, ആർക്കും ഈ നിബന്ധനയെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ഈ പറഞ്ഞ മഹാന്മാരുടെ ദറജയിലേക്ക് അവരോടൊപ്പം സ്വർഗത്തിലെത്തും. ഹസുന ഉലൈക റഫീഖാ. എത്ര നല്ല ചങ്ങാതിമാരാണ്. ആ മാർഗം കിട്ടിയാലുള്ള സ്ഥാനം എന്താ? സ്വർഗത്തിന് 100 തട്ടുകൾ ഉണ്ടെന്ന് ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ 100 തട്ടിന്റെ ഏറ്റവും മുകളിലുള്ള തട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ്. അത് വമ്പിച്ച സ്ഥാനമാണ്. അവിടെയാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനം എന്നറിയപ്പെടുന്നത്. അവിടെ എത്താൻ മാത്രമുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരാൻ, നേരായ ശരിയായ ഹക്കിന്റെ മാർഗത്തിൽ, പാതയിൽ നമ്മൾ നിലകൊണ്ട് ജീവിക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരും ഭൂമിയിലേക്ക്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗം ആര് പിൻപറ്റിയോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ആരൊക്കെ നിന്നെ നോക്കി പരിഹസിച്ചാലും, ആരൊക്കെ നിന്നെ നോക്കി ലഭ്യതയോടെ നടന്നു പോയാലും, നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും, ഖബർ ബഹിഷ്കരിച്ചാലും, എന്ത് പുലിവാല് നാട്ടിൽ നടന്നാലും നിനക്ക് ടെൻഷൻ ആവേണ്ടി വരില്ല. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരുഭൂമിയിൽ, ആ മണൽപ്പരപ്പിൽ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരച്ച് അതിന് ചുറ്റും കുറച്ച് വരകൾ ഇങ്ങനെ വരച്ചു. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇതാ ഈ കാണുന്ന ഈ നേർമാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. അതിനപ്പുറവും ഇപ്പുറവും പല തെറ്റായ വഴികൾ ഒരുപാടുണ്ടാകും. അത് നാശത്തിനാണ് എന്ന് മാത്രമല്ല, ആദ്യമ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനോട് പോലും പറയാണ്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് ഹുദ വരും, സന്മാർഗം തരും. അതാര് സ്വീകരിച്ചോ, അതാര് പിൻപറ്റിയോ അവർ വിജയിക്കും. അവർക്ക് പേടിക്കാനില്ല, വിഷമിക്കാനില്ല. അതാണ് ലോകത്ത് വന്ന അമ്പിയാക്കന്മാരെല്ലാവരും ആ മാർഗം പിൻപറ്റി തങ്ങളുടെ ഖൗമിനോട് ചെന്നിട്ട് പറയാൻ തുടങ്ങി, ജനങ്ങളെ, യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ ഒരാരാധ്യനില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വദ്ദിനെയും സുവാഇനെയും യഗൂത്ത്, യഊഖ്, നസ്റിനെ ആരാധിച്ചതായി സൂറത്തു നൂഹിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ വരെ വിഗ്രഹ ആരാധകനായി ജീവിച്ച കാലമാണ്. ആ ബാപ്പയോടും ഇതേ വാക്കാ പറയുന്നത്, ബാപ്പ കാണാത്ത, കേൾക്കാത്ത, ഉപകാര ഉപദ്രവം ചെയ്യാത്തവരെ എന്തിനാ വാപ്പ ആരാധിക്കുന്നത്? സൂറത്തു ശുഅറായിൽ പറയാണ്, നബിമാർ ഓരോരുത്തരും ചെന്ന് പറയാണ്, ഫത്തഖുല്ലാഹ വഅതീഊൻ, നിങ്ങൾ അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണം. വഅതീഊൻ, പ്രവാചകനായ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും വേണം. നിങ്ങളിൽ നിന്നൊരു നല്ല വാക്ക്, നിങ്ങളിൽ നിന്നൊരു സമ്മാനം, നിങ്ങളിൽ നിന്നൊരു ജീവിത വരുമാനമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, നിങ്ങളുടെ പ്രതിഫലമോ നിങ്ങളിൽ നിന്ന് കൂലിയോ പ്രതീക്ഷിച്ചല്ല ഈ പറയുന്നത്. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചാ പറയുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ച 23 കൊല്ലത്തെ പ്രവാചകത്വ ജീവിതത്തിലൂടെയും ഇതുതന്നെയാ പറയുന്നത്. അവസാനം മരിക്കുന്നതിൻ്റെ മുമ്പ് ഹജ്ജിന്റെ വേളയിൽ പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഇതാ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2 കാര്യങ്ങൾ ആര് മുറുകെ പിടിക്കുന്നുവോ അവര് പിഴക്കൂല, അവര് സിറാത്തൽ മുസ്തഖീം തെറ്റിപ്പോകൂല. ഏത് 2 കാര്യങ്ങളാണ്? ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു നോക്കിയവരല്ല. അവർ എന്തു ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, സാദാത്യങ്ങൾ എന്ത് ചെയ്യുന്നു, കുബറാക്കന്മാർ എന്ത് ചെയ്യുന്നു, എൻ്റെ വാപ്പകാരണവന്മാരെന്ത് ചെയ്യുന്നു, എൻ്റെ ചങ്ങാതിമാർ എന്ത് ചെയ്യുന്നു, എൻ്റെ കുടുംബക്കാരെന്ത് ചെയ്യുന്നു, ഇതൊന്നുമല്ല പരിഹാരം. അള്ളാന്റെ കിതാബാണ് വഴി തെറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ വഴി. വസുന്നത റസൂലിഹി, റസൂലിന്റെ ചര്യയും മുറുകെ പിടിക്കലാണ് വഴി. വിശുദ്ധ ഖുർആൻ അതിന് 50ഓളം പേര് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്ന കുടുംബങ്ങളുണ്ടോ? നിങ്ങൾ ഇനി വലിയ പടുകുഴിയിലേക്കാണ് വീഴാൻ പോകുന്നത്. മക്കൾ എഴുന്നേറ്റ് നിങ്ങളോട് ചോദിക്കും, എന്ത് പരലോകം, എന്ത് ഇസ്ലാം എന്ന് നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമസ്കരിച്ചിരുന്നവർ പോലും എന്തിനാ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കുടുംബങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അള്ളാന്റെ ഖുർആനാ പറയുന്നത് ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള വഴികാട്ടിയാണ്, മാർഗനിർദ്ദേശമാണ്. അത് പഠിക്കണം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് മനുഷ്യനെ നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അത് പഠിച്ച് പ്രാവർത്തികമാക്കലാണ് ഒന്നാമത്തെ വഴി. 2 സുന്നത്ത് റസൂലിഹി, ഈ ലോകത്ത് നബിതങ്ങൾ സംസാരിച്ചത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, അംഗീകരിച്ചത്, ചെയ്യാൻ ആഗ്രഹിച്ചത്, ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് മുറുകെ പിടിക്കണം. എന്തുകൊണ്ടാണ്? അത് നബി സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കി തന്നതല്ല. ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹാ, ഒരു വഹിയുണ്ട്, ദിവ്യബോധനമുണ്ട്. ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ടുണ്ട്, നബിതങ്ങൾക്ക് വഹി കൊടുത്തിട്ടുണ്ട്. വഹിയുടെ അടിസ്ഥാനത്തിലാണ് ആ പഠിപ്പിച്ച ദിക്റുകൾ, ആ പഠിപ്പിച്ച നമസ്കാരങ്ങൾ. ആ നബിയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ പിൻപറ്റാൻ. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. ഹദീസിലുണ്ട് എങ്ങനെ നിസ്കരിച്ചു. ഹജ്ജ് പഠിപ്പിച്ചു കൊടുത്തു, ഹുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും എങ്ങനെ കിടന്നുറങ്ങണം, എങ്ങനെ മലമൂത്ര വിസർജന മര്യാദകൾ വരെ പഠിപ്പിച്ചു. വഴിയിലുള്ള അദബുകൾ പഠിപ്പിച്ചു തന്നു. ലൈംഗിക ബന്ധത്തിലെ വിശുദ്ധമായ കൃത്യമായ കൊണ്ടുള്ള അദബുകൾ പഠിപ്പിച്ചു തന്നു. വിവാഹ ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു തന്നു. തോന്നിവാസങ്ങളും പേക്കൂത്തുകളും കൊണ്ട് വിവാഹം നശിപ്പിച്ച് മലീമസമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദീനെന്ന് കൈവിട്ടാൽ അവൻ പലതും ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് നീ ഈ കല്യാണത്തിന്റെ പേക്കൂത്ത് നടത്തുന്നതെന്ന് ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഇത് മരണ വീടല്ല, ഇത് കല്യാണ വീടാണ്, ഇവിടെ പാട്ട് വേണം, ഇവിടെ പടക്കം വേണം, ഇവിടെ ഉത്സവമാക്കണം എന്നൊക്കെ. അവൻ്റെ ട്രെൻഡും അവൻ്റെ ബോധവും അവനെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം ഓരോന്നിനും ഓരോ അദബുകളും കീഴ്വണക്കങ്ങളും പറഞ്ഞു തന്നു. അള്ളാന്റെ അതിർവരമ്പാരെങ്കിലും ലംഘിച്ചാൽ ഫഖദ് ളലമ നഫ്സാ, അവനോട് അക്രമം ചെയ്തവനാണ്, അവൻ മഹാപാപിയാണ്. ഇനി മാത്രമല്ലല്ലോ, അതിലേറ്റവും പ്രധാനമായി അമ്പിയാക്കന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ സിറാത്തൽ മുസ്തഖീം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമേതാ? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിങ്ങളോടും നിങ്ങളുടെ മുമ്പുള്ള നബിമാർക്കെല്ലാം വഹി കൊടുത്തതാണ്, ഒരിക്കലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അവരുടെ അമലുകൾ പൊളിച്ചു കളയും. നബിയെ, നിങ്ങളോടും നിങ്ങളുടെ മുമ്പുള്ള നബിമാരോടും പറഞ്ഞതാണ്, നോഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, ആരാധിക്കാൻ ഞാൻ മാത്രം, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ്, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? റബ്ബുസ് സമാവാത്, ആകാശങ്ങളുടെ റബ്ബ് അല്ലാഹയാണ്, വൽ അർളി, ഭൂമിയുടെ റബ്ബ് അല്ലാഹയാണ്, വമാ ബൈനഹുമാ, അതിൻ്റെ ഇടയിലുള്ളതെല്ലാം
പടച്ചോൻ തന്നതാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാതും പടച്ചത് അള്ളയാണ്. പടച്ചവനെ മാത്രമേ പടപ്പുകൾ ആരാധിക്കാൻ പാടുള്ളൂ, സൃഷ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കാൻ പാടില്ല. എത്ര വലിയ നേതാവാണെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ വലദ്ദാലീൻ, വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാകരുത്. ആരാണവർ? നസ്വാറാക്കൾ. അവർക്കെന്താ പറ്റിയത്? ഒരു മഹാനായ പ്രവാചകനായ ഈസാ നബിയെ ദിവ്യ പുരുഷനായി കണ്ട് ഒരു ദൈവത്തിൻ്റെ പുത്രനാണെന്നും സാക്ഷാൽ ദൈവമാണെന്നും പറഞ്ഞതുകൊണ്ടാണ് അവർ ളാലീൻ എന്നതിൽപ്പെട്ടത്. ഈസാ നബി മഹാനല്ലാത്തത് കൊണ്ടല്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന കോപിക്കപ്പെട്ടവരുടെ വിഭാഗത്തിൽ യഹൂദികൾ പെടാൻ കാരണം ഉസൈർ എന്ന പ്രവാചകനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയതാണ്. ഉസൈർ നബി ഒരു മോശക്കാരനൊന്നുമല്ല, അവർ ചെയ്ത പ്രവർത്തനമാണ് മോശമായി പോയത്. അതുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന നമുക്കും ബാധകമാണ്. ആ പ്രവാചകന്മാരുടെ മാർഗം പിൻപറ്റലാണ്. അതിൽ നിന്ന് വഴിപിഴച്ചാൽ നമ്മൾ ആരാണെന്ന് ആലോചിച്ചു നോക്കൂ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും സ്വർഗത്തിലാണ്. കുല്ലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിലാണ്. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. വിസമ്മതിച്ചവർ, ചില കാര്യങ്ങളൊക്കെ സമ്മതിക്കാതെ പോയവർ. നബിയെ ആരാ വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മൻ അതാഅനി ദഖലൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നാര് അനുസരിച്ചോ, മരണ വീട്ടിൽ, കല്യാണ വീട്ടിൽ, നിസ്കാരത്തിൽ, പള്ളിയിൽ, കുടുംബത്തിൽ, മഹല്ലിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ, ഏത് കാര്യത്തിലും എന്നെ അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. വമൻ നസാനി, എന്നെ ധിക്കരിച്ചാണ് ഒരാൾ ജീവിച്ചതെങ്കിൽ ആരായിരുന്നാലും ശരി, അവരെത്ര നല്ലവനായാലും ശരി. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പാനെ കുറിച്ച് പറയാണ്, അവൻ പരലോകത്ത് നിന്ദിക്കപ്പെടുന്നതാണ്. ഇബ്രാഹിം നബി ആരാ? ഖലീലുല്ലാഹ്, അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബിയാണ്. ബാപ്പ ഈ സിറാത്തുൽ മുസ്തഖീം സ്വീകരിച്ചില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അവൻ ധിക്കാരിയായി കപ്പലിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ വാപ്പാന്റെ കൂടെ അവൻ കയറാൻ വിസമ്മതിച്ചവനായിരുന്നു. നൂഹ് നബി അവനോട് പറയുന്നുണ്ട്, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സ്വാലിഹിന്റെ സൽക്കർമ്മത്തിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തവനല്ല, അവൻ നിന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ല, അവൾ മോശക്കാരിയാണ്, അങ്ങയുടെ കൂടെ ചേർക്കാൻ പറ്റൂല. എന്താ? നബിന്റെ കൂടെയുള്ള ആളല്ലേ, നബിമാരെ കൂടെ ജീവിച്ചതല്ലേ. ഈ മാർഗം പിൻപറ്റണം. പ്രിയപ്പെട്ട പുന്നാര മോള് ഫാത്തിമ ബീവിനെ വിളിച്ചു പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട മോളാണ്. തങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹത്തരമായ അഹ്ലുബൈത്തിന്റെ ഒന്നാമത്തെ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മോളെ ഫാത്തിമ, ദുനിയാവിൽ നീ പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു തരും. പക്ഷേ നാളെ പരലോകത്തുനിന്ന് എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് എനിക്കൊരാളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയൂല. യാ ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, അൻകിദീ നഫ്സകി മിനന്നാർ, നീ നിന്റെ തടിയെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ആ പഠിപ്പിച്ച മതത്തിൻ്റെ ഏറ്റവും അന്തസത്ത എന്ന് പറയുന്നത് ആരാധനകൾ അള്ളാഹുവിൽ അർപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാക്കലാണ്. അള്ളാഹുവിനെയല്ലാതെ ഒരു വ്യക്തിനെയും ശക്തിനെയും ആരാധിക്കാതിരിക്കലാണ്. ശരിയായ തൗഹീദിൻ്റെ വക്താക്കളായി മാറലാണ്. ഖുർആൻ മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ കൽപ്പന അതാണ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഒന്നാമത്തെ കൽപ്പന. ഒന്നാമത് നിരോധിച്ചതെന്താണ്? അടുത്ത ആയത്തിൽ അൽ ബഖറയിൽ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദം വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇത് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അതൊന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു. ആരാധന എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. ഒരു നിലക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്ക്, വ്യക്തിയിലേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് നബി തങ്ങളോട് ഖുർആൻ പറയാണ്, നബിയെ നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കണം,
നിങ്ങൾ പ്രഖ്യാപിക്കണം, ഖുൽ നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല, ഞാൻ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുള്ളൂ. എന്താ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരാ ഉള്ളത്? ആരുമില്ല. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ? കേട്ടാൽ ഉത്തരം ചെയ്യുമോ? ഇല്ല. ഖുർആൻ പറഞ്ഞു വലൗ സമിഉ, ഇനി നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും വേണ്ട. ഈ അങ്ങാടിയിൽ നിന്ന് ഈ തൊട്ടപ്പുറത്ത് മോങ്ങമങ്ങാടിയിൽ ഒരു മഹാപണ്ഡിതനുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രസംഗിക്കില്ല, എനിക്കെന്തൊരു പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ മോങ്ങത്ത് കിടക്കുന്ന ഏതോ ഒരു മഹാപണ്ഡിതനായൊരു വലിയൊരു വലിയുണ്ടെങ്കിൽ ഇവിടുന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളോട് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കുമോ? കേൾക്കൂല. ഫോൺ വിളിച്ചാൽ തന്നെ ഓല് പറയും നിങ്ങൾ എന്തൊന്ന് റേഞ്ചിലോടത്തേക്ക് ഇങ്ങോട്ട് കേൾക്കണില്ല. ഞാനെന്താ, നമ്മൾ മനുഷ്യന്മാരാ, നമുക്ക് ഒരുപാട് പരിധികളും പരിമിതികളുമുണ്ട്. നമ്മൾ സൃഷ്ടികളാ, നമ്മൾ മരിക്കും, നമ്മൾ ജനിക്കുന്ന പോലെ നമ്മൾ മരിക്കും, രോഗം വരും, വയസ്സാകും, കണ്ണിന് തിമിരം ബാധിക്കും. എന്നാൽ അല്ലയോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, മരണമില്ല, ഉറക്കമില്ല, ഒരു ചെറിയ മയക്കം പോലും വരാത്ത ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഒരു ദിവസം നിത്യജീവിതത്തിൽ 8 തവണ സുന്നത്തായി ഓതേണ്ടുന്ന ഖുർആനിലെ ഏറ്റവും അഅ്ലമായ ആയത്തായ ആ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയാണ് പറയുന്നത്, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല. സുഹൃത്തുക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ രോഗിനെ സന്ദർശിക്കുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ എല്ലാ പ്രാർത്ഥന പഠിപ്പിച്ചൊന്ന് പള്ളി കയറുമ്പോൾ ബിസ്മില്ലാ, ഇന്നയാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇഫ്തഹ്ലീ അബ്വാബ റഹ്മതിക്. ഇല്ല. എന്താ പള്ളി കയറുമ്പോൾ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇഫ്തഹ്ലീ അബ്വാബ റഹ്മതിക്. രോഗിൻ്റെ അടുത്ത് ചെന്നു, നേരെ നബിതങ്ങൾ എന്താ പറഞ്ഞത്? നൂഹി നബിൻ്റെ അക്ജാഹ് ബർക്കത്തുണ്ട്, ജിബ്രീലിൻ്റെ അക്ജാഹ് ബർക്കത്തുണ്ട്. ഇല്ല. രോഗിൻ്റെ അടുത്ത് ചെന്ന് നബിതങ്ങൾ പറയാണ് അല്ലാഹുമ്മ ഇശ്ഫി സഅദാ, അല്ലാഹുവേ സഅദിന് ശിഫ കൊടുക്കണേ റബ്ബേ. വേറെ ഹദീസിൽ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവോട് വാഹനത്തിൽ കയറി ഇന്നയാളുടെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ട്. അല്ല, ബിസ്മില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. എന്ത് നമുക്ക് വായിച്ചു നോക്കിയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം, പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കണം. മനുഷ്യന്മാരാണ്, നമ്മൾ തെറ്റ് സംഭവിക്കും. അള്ളാഹുവിനോട് പൊറുക്കാൻ തേടണം, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, തൗബ ചെയ്യണം. നബി പറയാണ് ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹിനോട് പശ്ചാത്തപിക്കാറുണ്ട്. നബി തെറ്റ് ചെയ്തിട്ടില്ല, നബിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വർഗത്തിൻ്റെ കവാടം മുട്ടി തുറക്കുന്ന വ്യക്തിയാണ്. ഞാൻ അള്ളാഹിനോട് ഒരു ദിവസം 70 മറ, മറ്റൊരു ഹദീസിൽ 70 തവണ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. നിങ്ങളും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പൊറുക്കണേ, പടച്ചവനെ രക്ഷപ്പെടുത്തണേ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ്. സുഹൃത്തുക്കളെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശൈത്താൻ ഇന്ന് മനുഷ്യരെ പിഴപ്പിക്കണം, നരകം നിറക്കാൻ കുറച്ച് ആളുകൾ വേണം. ശൈത്താൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ നശിപ്പിക്കും, ഞാൻ പിഴപ്പിക്കും, അവരെ കൊണ്ട് ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇല്ലാത്തത് മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് ഞാൻ ജനങ്ങളെ പിഴപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു പോന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, വിഷമത്തോടെ നമ്മൾ ചില രംഗങ്ങളൊക്കെ കാണേണ്ടി വരും. ആരെയും വിമർശിക്കാനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, പരിഹസിക്കാനല്ല, ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും. നിങ്ങൾക്കൊരു സത്യം ചില ആളുകളൊക്കെ പറയും നിങ്ങൾ വെറുതെ പറയാണ്, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. അല്ല, ഉണ്ട് എന്ന് പറയാനുള്ള തെളിവിന് വേണ്ടി ചില ക്ലിപ്പിങ്ങുകൾ ചിലത് കാണിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ആരുടെയും പേര് ഞാൻ പറയില്ല,
ഒരു സംഘടന ഞാൻ വിമർശിക്കൂല, ഞാൻ ഈ കാര്യം മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. പ്രവാചകന്റെ മരണം കഴിഞ്ഞപ്പോൾ നബിയേ എനിക്ക് പുറത്തു തരണം, നബിയേ ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു, എനിക്ക് പുറത്തു തരണം നബിയേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സ്റ്റേജുമ്മ കയറി പറയാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തെ രംഗൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. പാപമാലേ നടക്കുകയില്ല, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, എത്ര ഹറാമുകൾ ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരു ഹബീബിനെ കാണാൻ പോകുന്നത്? മതി മതി സഹോദരങ്ങളെ, സത്യം പറയാലോ, വിഷമം തോന്നിപ്പോ. തൻ്റെ പാപങ്ങൾ, നമ്മൾ ചെയ്ത തിന്മകൾ മനസ്സ് തട്ടി വിങ്ങിപ്പൊട്ടിയിട്ടാണ് ആ സഹോദരങ്ങൾ ചോദിക്കുന്നത്, ഹബീബേ ഹറാമ് ചെയ്ത കണ്ണുകളാണ് പുറത്തു തരണം, റസൂലെ തൗബ തരണം. പണ്ഡിതന്മാരാണിത് സദസ്സ് കെട്ടിയിട്ട് ഈ സംസാരം നടത്തുന്നത്. കാണുന്ന സാധാരണക്കാർ അവരുടെ മനമുരുകിയിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ബദറിന്റെ രണഭൂമിയിൽ, പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണഭൂമിയിൽ നാളെ യുദ്ധം നടക്കാൻ നിൽക്കുമ്പോൾ കഴുത്തിലിട്ടിരുന്ന ഷാള് താഴേക്ക് വീഴുമാറ് കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറയും, നബിയെ എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നാളത്തെ യുദ്ധത്തിന്റെ അവസ്ഥയും നാളത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ നബി തങ്ങൾ തന്റെ ഉമ്മത്തിനു വേണ്ടി ആ രംഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് കാലിൽ നീരുവരുമാറ് നമസ്കരിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ പരസ്യമായി റസൂലേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ അടിത്തറ ഇനി എവിടേക്കാണ് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയാണ്, ഫഖുൽതു, ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. നൂഹ് നബി പറയാണ്, എന്നോട് ഇസ്തിഗ്ഫാർ നടത്താനല്ല, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഹറാമെന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ. ഇന്നഹു കാന ഗഫാറാ, അല്ല പാപം പൊറുക്കുന്നവനാണ്, അല്ലയാണ് ഗഫാർ, അല്ലയാണ് ഗഫൂർ. എന്നാൽ മനുഷ്യരായ അവരോരോരുത്തരും ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്നാവട്ടെ, ഏത് നിലക്കുമുള്ള പ്രതിസന്ധികളിൽ നിന്നാവട്ടെ, അവർ രക്ഷപ്പെടണമെങ്കിൽ അവർ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, തൗബ ചെയ്യേണ്ടത്, ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. ഇനി ജീവിതത്തിന്റെ ഏതേത് വിഷമങ്ങളിലും ഘട്ടങ്ങളിലും ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം തവസ്സുലും
ഇസ്തിഗാസയും ഒന്നുമല്ല. നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നബിയോട് പ്രാർത്ഥിക്കുന്നതും മാറി. ഇനി അവിടുന്നും താഴേക്കുള്ളവരെ എല്ലാം വിളിക്കും. ഒരു നബിയിൽ നിന്നും മാറിപ്പോവുകയാണ്. അതുപോലും തെറ്റും ആപത്തിലേക്കും നശിച്ചുവെങ്കിൽ അവിടുന്ന് ഖുർആൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അമ്പിയാക്കന്മാരുടെ എല്ലാ ദുആകളും അള്ളാഹിനോടാണ്. ആദം നബിൻ്റെ പ്രാർത്ഥന, മൂസാ നബിൻ്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സക്കരിയ നബി മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ, അയ്യൂബ് നബി രോഗം ബാധിച്ചപ്പോൾ ആരോടാ നബിമാര് പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റാഹിമീൻ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റു പല മനുഷ്യന്മാരെ തന്നെ വിളിച്ച് സങ്കടം പറയാണ്. അതിന് പണ്ഡിതന്മാർ, വലിയ വലിയ നേതാക്കന്മാർ രംഗത്ത് വരികയാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സാമ്പിളിന് വേണ്ടി രണ്ടാമതൊരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത്. നമ്മൾ വല്ലാതെ വിഷമിച്ചാൽ നേരെ ഞാൻ മടവൂര് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം, നമ്മൾ വിചാരിച്ച മുറാദ് ഹാസിലാവണം, അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം, അല്ലെങ്കിൽ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. അതെന്താ? ആ ഒരു മഹബത്തോണ്ടാണ്. വിഷമാണത്. സ്നേഹവും വിഷമൊക്കെ കൂടി കലരുമ്പോൾ പറയുന്നതാണ് അല്ലേ? നമ്മൾ പറയില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്നും യാസീൻ ഓതണല്ലേ, എന്നും ഫാത്തിഹ ഓതണല്ലേ, സ്വലാത്തിൽ നിന്ന് ദിക്റ് ചൊല്ലുന്നത് അവസരം മുടങ്ങാതെ ചെല്ലുന്നു. അതുകൊണ്ട് എന്നെ കൊടുക്കരുത് കേട്ടോ, എന്നെ വലക്കരുത് കേട്ടോ എന്ന് പറയും അല്ലേ? നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെ? ഉണ്ടോ? ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ തങ്ങളെ, തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണം. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഞാൻ മൂന്നെണ്ണം ഒരു സാമ്പിളിന് പറഞ്ഞു പോയതാ. ഒന്നാമത്തേൽ ഞങ്ങൾക്കൊരു സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ ബദരീങ്ങളെ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് ബദരീങ്ങൾ ഉത്തരം നൽകും. അടുത്ത ആൾ CM മടവൂരിനോട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. അവസാനത്തെ ആൾ മമ്പുറം തങ്ങളെ ഞങ്ങളുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കണം. നമ്മളൊക്കെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ വാക്കെന്താ? മമ്പുറം തങ്ങളെ ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണം, ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കിത്തരണം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മോശക്കാരാണെന്നോ ഇവരെയൊക്കെ കുറ്റം പറയുകയോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഈ ചെയ്ത അമല് പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ മഖ്ലൂഖീങ്ങളായ പ്രിയപ്പെട്ട ബദരീങ്ങളെ പറ്റി നോക്കൂ നിങ്ങൾ. അള്ളാഹിൻ്റെ ഖുർആൻ പോലും പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ്. അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുള്ളൂ. ഒന്ന് ലാത്ത ഉസ്സ മനാത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ അവിടെ ഒരു പ്രശ്നമേ ഉണ്ടാകൂലായിരുന്നു. മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വരൂലായിരുന്നു. എത്ര പീഡനങ്ങൾ അനുഭവിച്ച് സുമയ്യ ബീവിന്റെ ശരീരത്തിൽ കുത്തിക്കയറ്റിയ ഇരുമ്പ് ദണ്ടിന്റെ കഥ വായിച്ചു നോക്ക്. ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നത് ഒന്ന് വിളിക്കാനായിരുന്നു. ഇല്ല, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു. ബദറും ഉഹുദും ഒക്കെ ഉണ്ടായത് എന്തിനായിരുന്നു? ബദറിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും സൂറത്തുൽ അൻഫാലിൽ വായിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ പരിഭാഷ വായിച്ചു നോക്ക്.
ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദറിന്റെ സമയത്ത് നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, ബദരീങ്ങൾ അവരുടെ പ്രതിസന്ധിയിൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. എങ്ങനെ? അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, മലായികത്തുകളെ, ആയിരക്കണക്കിന് മലായികത്തുകളെ ഇറക്കിയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമായി അള്ളാന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ബദറിൽ തന്നെയും മരിക്കാത്ത ശുഹദാക്കന്മാരാകാത്ത ആളുകൾ പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു. പലർക്കും രോഗങ്ങൾ ബാധിച്ചു, പലരും വിദൂര യാത്രകൾ നടത്തിയിട്ടുണ്ട്, പ്രായമായിട്ട് മരിച്ചവരൊക്കെയുണ്ട്. അവരും പിന്നീട് അവരുടെ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന വേളയിലും ഉഹദ് യുദ്ധം കഴിഞ്ഞ വേളയിലുമൊക്കെ സ്വഹാബത്ത് പറയാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞ് മദീന പള്ളിയിൽ അടുത്ത ജമാഅത്തിന് വിളി വന്നു. നിസ്കാരത്തിന് വന്ന സ്വഹാബിമാരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെവി മുറിച്ചവരാണ് പലരുടെയും. മൂക്ക് നഷ്ടപ്പെട്ടവർ, കൈകൾ നഷ്ടപ്പെട്ടവർ, വിരൽ നഷ്ടപ്പെട്ടവർ. ചോരയും മുറിവുമില്ലാത്ത സ്വഹാബത്തെന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല പരിക്കായിരുന്നു. എന്തിനാണ്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, അല്ലാഹ് മതി, ഞങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹ് മതിയായവനാണ്, ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധന ചെയ്യൂലാന്ന് ഉറച്ചു പ്രഖ്യാപിച്ച നല്ലവരായ ആ നല്ല മനുഷ്യന്മാരെ, ആ പ്രിയപ്പെട്ട ശുഹദാക്കന്മാരെ, അള്ളാന്റെ അടുത്ത് വമ്പിച്ച ഒരു ഷഹീദ് മരിച്ചാൽ ഉടനെ തന്നെ 10 വലിയ പുണ്യങ്ങളാണ് കിട്ടാൻ പോണത്. അത്രക്ക് പ്രതിഫലമാണ് ശുഹദാക്കന്മാർക്ക്. ആ ശുഹദാക്കന്മാരെ പേരിൽ പിന്നീട് ജീവിച്ചിരിക്കുന്ന നമ്മൾ സാധാരണക്കാര് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരോട് ചെയ്യുന്ന അപമാനമാണ്. അവരെല്ലാം പ്രാർത്ഥിച്ച റബ്ബിലേക്ക് മടങ്ങണമെന്ന ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നല്ലോ, അമ്പുറന്തങ്ങളും അടക്കമുള്ളവർ. പിന്നീട് മുഹിയുദ്ദീൻ ഷെയ്ഖിലേക്ക് ജനങ്ങൾ എത്രയോ ആളുകൾ വിളിക്കുന്നത് നമ്മുടെ പള്ളികളിൽ വരെ കാഴ്ചകളാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റബ്ബേ എന്ന് പൊട്ടിക്കരയേണ്ടതിനു പകരമായി ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട, ലോകത്തൊരുപാട് വിജ്ഞാനങ്ങൾ ആവാഹിച്ച, ബാഗ്ദാദിന്റെ മണ്ണിനെ ഇസ്ലാമിന്റെ ജീവൻ നൽകിയ മുഹയ്യിദ്ദീനായ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഒരു നല്ല മഹാപണ്ഡിതൻ ജീവിതത്തിൽ ഒരുപാട് കിതാബ് എഴുതി. ആ കിതാബുകൾ വായിച്ചു നോക്ക്. അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിന്റെ പേരിൽ കുത്തുബിയ്യത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. സാധാരണക്കാർ വിചാരിക്കുന്നു ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉണ്ടാക്കിയതാണെന്ന്. അല്ല, അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം 100, 200, 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹിയുദ്ദീൻ മാൽ ഉണ്ടാക്കിയത്, കുത്തുബിയ്യത്ത് ഉണ്ടാക്കിയത്. അവിടെയും പറയുന്നത് എന്താണ്? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഏകാന്തനായിട്ട് ഒറ്റക്കിരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകി നിങ്ങളെ സഹായിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. മുഹിയുദ്ദീൻ മാലക്കാരനും അതുതന്നെയാ പറയുന്നത്. ബല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പോടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. അല്ലാഹ് പറഞ്ഞിക്കണോ? എന്നെ എവിടുന്നെങ്കിലും വിളിച്ചാൽ വായ കൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകുന്ന അല്ലാഹ് പറഞ്ഞിക്കണോ? അല്ലാഹ് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഹിയുദ്ദീൻ മാലുണ്ടാക്കി ആ കള്ള ഒരു വല്ലാത്ത പ്രചരണം ചെയ്ത മനുഷ്യൻ എന്താ പാടിണ്ടാക്കിയത്? ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വായ പൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകും. അതുകൊണ്ടാണ് ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞില്ല, റിഫായി ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. റിഫായി ഷെയ്ഖ് വരണമെങ്കിൽ കുത്തറാത്തീബ് വേണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെ നാടിൻ്റെ അവസ്ഥ ആലോചിക്കും. പരസ്യമായി നമുക്കെന്താ ക്ലിപ്പിടാൻ ബേജാറ്? പരസ്യമായി സ്റ്റേജ് കെട്ടിയിട്ട് രാത്രി 9 മണിക്ക് ശേഷം കത്തിയെടുത്തുകൊണ്ട് വന്ന് സ്റ്റേജിൽ നിന്ന് കുത്തറാത്തീബ് നടത്തിയിട്ടാണ് യാ ശൈഖ് റിഫായി, യാ ശൈഖ് റിഫായി എന്ന് വിളിച്ച് റിഫായി ഷെയ്ഖ് മുറിമാറ്റിത്തരുമെന്ന് പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് റിഫായി ഷെയ്ഖിനെ വിളിച്ചു വരുത്തുന്ന കുത്തറാത്തീബ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ.
കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ പ്രയാസം ഉണ്ടാകും. സാമ്പിളിന് വേണ്ടി പറയാം, നമുക്കൊരു മനുഷ്യന്മാരുടെ ഇടയിൽ പോയി നമുക്ക് കൊണ്ടു കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്ന്. യൂട്യൂബിലുണ്ടല്ലോ, ആർക്കും പോയി കാണാമല്ലോ. സ്ത്രീകളും കുട്ടികളൊക്കെ ഇരിക്കുന്നൊരു സദസ്സാണ്. ഇതൊക്കെ പരസ്യമായി വേദി കെട്ടി നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാർ മൈക്ക് കെട്ടി ഉമ്മത്തിൻ്റെ പണം പേടിച്ച് അനൗൺസ്മെന്റ് നടത്തി ആളെ കൂട്ടി ഇത് നടത്തുന്നവർ, ഇത് ഷിയായിസം അല്ലെങ്കിൽ പിന്നെ എന്തെന്നതിന് പറയാ? നിങ്ങൾ ബാംഗ്ലൂർ പോയി നോക്കി, ഹൈദരാബാദ് പോയി നോക്കിയും ആ മുഹറം 10 വരെയുള്ള ദിവസങ്ങളിൽ പോയി നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ ഷിയാക്കൾ ബ്ലേഡ് എടുത്ത് ശരീരത്തിലെടുത്ത് അവർ പച്ചക്ക് യാ അലി യാ ഹസൻ യാ ഹുസൈൻ യാ അലി അവർ ചെയ്യും. അത് ഷിയയാണ്. കേരളത്തിൽ അഹ്ലു സുന്നയാണ്, സിറാത്തുൽ മുസ്തഖീമാണ് ഞങ്ങളെന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ കർമ്മത്തെ, ഞാൻ വ്യക്തികളിലേക്ക് ഞാൻ വീണ്ടും പറയാണ്, അതെന്തോ ആവട്ടെ, ആരോ ആവട്ടെ, ഈ കർമ്മത്തെ നിങ്ങളൊന്ന് പരിശോധിക്കണം. അള്ളാഹിന്റെ ദീനിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ബ്ലേഡ് എടുത്ത് എനിക്ക് വരക്കാൻ എന്ത് അധികാരമുണ്ട്? പാടില്ല. സ്വന്തത്തിനെ ഉപദ്രവിക്കാൻ എന്ത് അധികാരം നമുക്കുണ്ട്? നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് പാടില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങൂല, ഞാൻ ഇനി രാത്രി ഉറങ്ങൂല, ഞാൻ ഫുള്ള് നിസ്കാരയിക്കും. ഇപ്പൊ നബി എന്താ പറഞ്ഞെന്നറിയോ? പാടില്ല. നിന്റെ ശരീരത്തിനോട് നിന്റെ കണ്ണിനോട് ബാധ്യത ഉണ്ട്. ഉറങ്ങണ സമയത്ത് ഉറങ്ങണം, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കണം. നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്നാൽ സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? യാ അഹ്മദ് ഷെയ്ഖ് റിഫാഇ എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് വിലയിരുത്താനും പഠിക്കാനും വേണ്ടി പറയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് പകരമായി വേറെ ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുവോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്കാണ് ഫഫിറൂ ഇലല്ലാഹ് ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ. അള്ളാഹുവിലേക്ക് മടങ്ങുക, ഞാൻ താക്കീതുകാരാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്ത് പ്രതിസന്ധികളിലും വിഷമങ്ങളിലും ഇരുട്ടിലും രാവിലും പകലിലും നിങ്ങളെയെല്ലാം സൃഷ്ടിച്ച, ആകാശഭൂമി സംവിധാനിച്ച, മുഴുവൻ ചരാചരങ്ങളെ സംവിധാനിച്ച മുദബ്ബിറായ ഖാലിഖായ റാസിഖായ അള്ളാഹുവിനോട് നിങ്ങൾ മനമുരുകി തേടുക. അതിനു പകരമായി മറ്റൊരാളെയും നമുക്ക് വിളിച്ചു തേടി പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇല്ലേ, റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ എത്തിയപ്പോൾ പള്ളികളിൽ കുത്തുബിയ്യത്തിൻ്റെ പള്ളികൾക്കകത്ത് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന വാക്കുകൾ ഇത്തരത്തിൽ പിന്നീട് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ തുടങ്ങി. എന്താ പള്ളിൻ്റെ പ്രത്യേകത? പള്ളികൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. അവിടെ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനകൾ പാടില്ലാത്തതാണ്. ആ പവിത്രമാക്കപ്പെട്ട പള്ളിയെ നിഷ്ഫലമാക്കുന്ന രൂപത്തിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നതിൻ്റെ മറ്റൊരു അവസ്ഥയാണ് കുത്തുബിയ്യത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. സാമ്പിളിന് വേണ്ടി അതും കൂടെ ഒന്ന് കാണിക്കാം. 4-മത്തേത്. പൂർണ്ണമായി എല്ലാ ക്ലിപ്പുകളും പൂർണ്ണമായി കളിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും ആർക്കെങ്കിലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എനിക്കത് ഫുള്ള് വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ സംഘാടകരുമായി ബന്ധപ്പെടണം. നിങ്ങൾ തുറന്ന് പഠിക്കണം. ഇവിടെ അതിൻ്റെ ഒരു സമയപ്രയാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ പ്രാർത്ഥനകളിൽ ആ കാണുന്ന 4-5 മിനിറ്റ് നേരത്തെ വീഡിയോകൾ മുഴുവൻ ഹാദിറു ഹാദിറു യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഹാദിറു. അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തോ ദിക്റ എന്ന് വിചാരിച്ചു. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ നിങ്ങൾ ഈ മജ്ലിസിൽ ഹാദിറായി ഞങ്ങളെ പ്രയാസങ്ങൾ മാറ്റിത്തരാനാണ് പറയുന്നത്. എന്തൊച്ചത്തിൽ ഇത് ഈ നാട്ടിലെ മറ്റു മതസ്ഥരുടെ നടുവിലുള്ളൊരു വീട്ടിൽ നിന്ന് നടക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും ഇതിന് വിലയിരുത്തുക? അയ്യപ്പൻ വിളക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയാം.
ഇതൊക്കെ നമ്മൾ നല്ലോണം ഇരുന്ന് ആലോചിക്കണം. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് ചടങ്ങാണിത്? ഇതിന് എവിടുന്നാണ് പാരമ്പര്യം? നമ്മൾ എപ്പോഴും എന്താ പറയുക? ഞങ്ങൾ നബിൻ്റെ പാരമ്പര്യത്തിലേക്ക് വന്നവരാണ്. സുഹൃത്തുക്കളെ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മരണപ്പെട്ട്, റിഫായി തങ്ങൾ മരണപ്പെട്ടിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇത് തുടക്കം കുറിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഏതേത് കർമ്മങ്ങളും പരിശോധിക്കണം. നമ്മുടെ നമസ്കാരം 5 വക്ത് എവിടുന്നാ? 1400 കൊല്ലം പഴക്കണ്ട്. നമ്മുടെ സുന്നത്തസ്കാരങ്ങൾ എവിടുന്നാ കിട്ടിയത്? 1400 കൊല്ലം പഴക്കണ്ട്. ഒരു സദസ്സിൽ കയറി ഇരുന്ന് അവസാനം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എവിടുന്നത് കിട്ടി? ഇതിപ്പോൾ ആരുണ്ടാക്കി തന്നതല്ല. ഹദീസിൽ എങ്ങനെ ക്രോഡീകരിച്ച് കൊന്നിട്ടുണ്ട്. സുന്നത്തിൽ അത് കാണാൻ സാധിക്കും. സുബ്ഹ് നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തായ നമസ്കാരം ഉണ്ട് എന്ന് എവിടെയാ? ഹദീസിലുണ്ട്, സുന്നത്തിലുണ്ട്. എന്ത് നമ്മുടെ കർമ്മങ്ങളും അവിടേക്ക് മടക്കണം. ഇമാം ഷാഫിഈ തങ്ങൾ കുതുബിയ്യത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളൊക്കെ മദ്ഹബിന്റെ ആളുകളാണെങ്കിൽ മദ്ഹബിന്റെ ഏതെങ്കിലും ഇമാമിയങ്ങൾ കുത്തറാത്തീബ് നടത്തിയ ഏതെങ്കിലും ഒരു വരി നമ്മുടെ കിതാബിലുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഉലമാക്കന്മാർ ഒരു ഫിഖ്ഹിന്റെ മസ്അലയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്? ഓർക്കൊന്നും ഇത് പരിചയം തന്നെയില്ല. ഇതൊക്കെ പുതിയതായി ദീന് വിട്ടതിന് പകരമായി അള്ളാന്റെ റസൂൽ മരിക്കണതിന്റെ മുമ്പ് ഒരു ആയത്തിലൂടെ പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇനി ഒന്നും എടുക്കാനല്ല. ഇതിലേക്ക് ഇനി നമ്മുടെ ഒരാളുടെയും വകതിലേക്ക് കയറാൻ പറ്റൂല. തോന്നിയവർ തോന്നിയതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മതം നശിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വലാലത്തും വഴികേടിലാണ്. അല്ലേ? അവിടുന്നൊക്കെ വിട്ടു. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് വിട്ടു. ഈ 35 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യന്മാരെ വരെ ഇപ്പൊ നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. ഇനി നമ്മളെ കാലം കഴിഞ്ഞ് നമ്മളെ മക്കൾ എന്തൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയും. ഈ കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, CM സ്മരണിക എന്ന പുസ്തകമുണ്ട്. ഒരാളും അംഗീകരിക്കാതിരിക്കൂല. CM സ്മരണിക എഴുതിയത് ആ മക്കാമിന്റെ ആൾക്കാർ തന്നെയാണ്. ആ CM സ്മരണികയിൽ എഴുതി വെച്ചു, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. നമുക്ക് പറ്റുമോ? ഒരു മുസ്ലിമിന് പറ്റുമോ? പുരുഷന്മാർക്ക് പറ്റൂല. സിഗരറ്റ് തുരുതുര വലിക്കാറുണ്ടായിരുന്നു. ഇതൊരു വലിയന് പോയിട്ട് ഒരു നോർമൽ മുസ്ലിമിന് പറ്റൂല. നമസ്കരിക്കാറില്ലായിരുന്നു. നിസ്കാരമില്ലാത്തവനെ നമ്മളൊക്കെ വിളിക്കുക ഫഖദ് കഫറ, കാഫിർ എന്ന് വിളിക്കുക. നമസ്കരിക്കില്ലെന്ന് മാത്രമല്ല, നോമ്പ് നോൽക്കൂല, ജുമഅക്ക് പോകൂല. നോമ്പ് നോറ്റ മനുഷ്യന്മാരെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കിയതല്ല, ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്തിക്കുക. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം ഈ CM മടവൂരാണ്. ഇപ്പൊ 35 കൊല്ലമായിട്ട് മരിച്ചിട്ടുള്ളൂ. അത് അത്രയും കാലം ലോകം ഇവിടെ ആരാ നിയന്ത്രിച്ചിരുന്നത്? ആ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ജീവിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തെ ആരുണ്ടായി നിയന്ത്രിച്ചിരുന്നത്? എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞാനൊരു പ്രസംഗം കുറച്ച് ദീർഘമായി കേൾപ്പിക്കും. അതിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. എത്ര വലിയ വാക്കാണ് പറയുന്നത്. അതെനിക്ക് ഫുള്ളായിട്ട് കേൾപ്പിച്ചേ പറ്റൂ. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10-30, ഒരു പക്ഷേ ഈ സദസ്സിലോ നാട്ടിലൊക്കെ അയാളെ കണ്ട മനുഷ്യന്മാരുണ്ടാവും. ആ ഒരു മനുഷ്യനെ കുറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ അള്ളാനെ പഠിപ്പിക്കേണ്ട, റസൂലിനെ പഠിപ്പിക്കേണ്ട നാട്ടിലെ ഈ സമയവും ഊർജവും പൈസയും ചെലവാക്കിയിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ പഠിപ്പിക്കുന്ന വാക്ക് ഈ മരിച്ചു കിടക്കുന്ന CM മടവൂരിനെ എന്ത് തരത്തിലാ പറയുന്നത് ശ്രദ്ധിച്ചു നോക്ക്. ഈ കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ മടവൂര് ശൈഖുനാ. അവരെ മൗലിദ് കണ്ടില്ലേ? തയ്യാറുൻ നൂരി ഫി ഹയാത്തി വലിയില്ലാഹിൽ മടവൂരി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പി ഉസ്താദാണ് ഇതിന് ആമുഖം എഴുതുന്നത്. ഇത് ഏറ്റവും നല്ല മൗലിദാണെന്നും വീടുകളിൽ ചെല്ലണമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. തജ്ദുറു അൻ തുഖറഅ ഫിൽ ബുയൂതി വൽ മജാലിസ്, എല്ലാ മജ്ലിസുകളിലും വീടുകളിലൊക്കെ ഓതണം. റജാഅൻ തഉമ്മഹൽ ബറകാത്തു വർ റഹ്മാത്ത്, ഓതിയാൽ അവിടെ പ്രത്യേകം റഹ്മത്തുണ്ട്, പ്രത്യേകമായ കാവലുണ്ട്. സുൽത്താനുൽ ഉലമ പി ഉസ്താദ്, നിങ്ങൾ എന്തൊക്കെ മരുന്ന് കൊടുത്താലും, നിങ്ങൾ നടത്തുന്ന എല്ലാ സഭകളിലും ഇസ്തിഗാസ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശൈഖുൽ മശായിഖ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉസ്താദ് ആമുഖം എഴുതിയ മർക്കസിൽ നിന്നിറങ്ങിയ ഈ മൗലിദിൽ
മടവൂർ ശൈഖുനയെ നേരിട്ട് വിളിച്ചു പറയല്ലേ, വല അൻത ദുത്തംകീനി വത്തസ്രീഫി ബൽ ഖദ് കുൻത ദത്തഹകീമി ഖുതുബൽ അലമീ യാ റബ്ബി സ്വല്ലി على النبي محمد منزل الخلائق من جهنم في غدي. മടവൂർ ശൈഖുനാനെ വിളിക്ക എന്നിടത്തു നിന്നാണ് ഇപ്പൊ ഇസ്തിഹാസൊക്കെ പ്രശ്നമാക്കി തുടങ്ങിയത്. നേരിട്ട് മടവൂർ ശൈഖുനയെ വിളിച്ച ബൈത്തുണ്ടാക്കിയ ആളെ വിളിച്ചു വരുത്തിയിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉപദേശം നടത്തിയ ആളുകൾ, നിങ്ങൾ നോക്ക്, ഈ ബൈത്ത് കാണാതെ പോയോ? ഇത് കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയതാ, ഉസ്താദാണ് ഇത് ചൊല്ലണമെന്ന് പറഞ്ഞത്. വല അൻത ദുത്തംകീൻ, എല്ലാ അധികാരവുമുള്ള ആളാണ് നിങ്ങൾ. വത്തസ്രീഫ്, കൈകാര്യാധികാരമുള്ളവരാണ് നിങ്ങൾ. ബൽ ഖദ് കുൻത ദത്തഹകീം, വിധികർത്താവാണ്, കാര്യങ്ങളിൽ വിധി പറയാൻ അവകാശമുള്ള ആളാ. ഖുതുബുൽ ആലമാണ് അങ്ങ്. അതേ വലി ഖുലുഖി ത്വാഹ വാരിസുൻ മുതഖല്ലിഖു ദു റഹ്മത്തിൽ ലിന്നാസി ഖുതുബൽ ആലമീ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സ്വഭാവങ്ങളും മേളിച്ച മഹാനരായ ശൈഖുനാ, എല്ലാ സ്വഭാവങ്ങളും മേളിച്ചവരാണവർ. ഹൃദയം പൊട്ടുന്ന വാക്കുകളാണ്, ഹൃദയം പൊട്ടിത്തെറിക്കുന്ന വാക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കടം തോന്നുകയാണ്, വിഷമം തോന്നുക. CM മടവൂരിനെ കുറിച്ച് പുസ്തകത്തിൽ പറയാണ്, തുരുതുരാ സിഗരറ്റ് വലിക്കും, സ്വർണത്തിന്റെ മോതിരം ധരിക്കും, പള്ളി പോകൂല, നിസ്കരിക്കൂല, എന്നിട്ട് മാല എഴുതിയിട്ട് മൗലിദ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ബർക്കത്തിന് ചൊല്ലിക്കോളെന്ന് പറയണ നബി തങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും CM മടവൂരിനുണ്ട്. നഊദു ബില്ലാഹി വമിൻ കുല്ലി ശർ. ഇത് പറയാൻ എന്തിനാ നിങ്ങൾ പേടിച്ചിക്കണ്? ഇത് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കിന് എന്താ നമുക്ക് പ്രശ്നമുള്ളത്? ഇത് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പുത്തൻവാദിയാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ കഴുത്തറുത്താല് എന്താ ഇവിടെ കുഴപ്പമുള്ളത്? ഒരു പ്രശ്നമില്ല. എന്തൊരു വല്ലാത്ത വാക്കാണ് പറഞ്ഞത്. നബി തങ്ങളുടെ എല്ലാ സ്വഭാവ മഹിമകളും ത്വാഹയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും CM മടവൂരിനുണ്ടെന്ന് ഞാൻ ബാക്കി പറയണോ? ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കാത്തതിന്, പൈസ ചോദിച്ചതിന് ഹോട്ടലിൽ കത്തിച്ചു എന്നാ കറാമത്ത് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ത്വാഹന്റെ സ്വഭാവമാണോ? നഊദു ബില്ലാഹ്. എവിടേക്കാണ് ഈ കൗമ കൊണ്ടുപോകുന്നത്? എവിടെയാണ് ഈ നിലക്ക് സമുദായത്തെ പഠിപ്പിക്കേണ്ട, പറയേണ്ടുന്ന ജനങ്ങളുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള കള്ളക്കഥകളിലും ഒരിക്കലും പറയാൻ പറ്റാത്ത അസംബന്ധങ്ങളും എടുത്തിട്ട് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ഇന്ന് വരെ കേരളത്തിൽ നിന്ന് ചോദിക്കേണ്ട എവിടുന്നാടാ നീ വരുന്നതെന്ന് ചോദിക്കാൻ ഒരാളുണ്ടോ? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ എന്ന് പറയാൻ ഒരാളുണ്ടോ? ഇതിനെ വിമർശിക്കാൻ ഇവിടെ ഒരാളുണ്ടോ? എങ്കിലെൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് പറയണം, സത്യം പറയാൻ. ഈ ഖുർആൻ എന്തിനാണ് മരണപ്പെട്ട വീടുകളിൽ ഇരുന്നു കൊണ്ട് വലിയ ഭവ്യതയോടെ ഓതിക്കൊണ്ടിരിക്കുന്ന യാസീൻ സൂറത്ത് എന്താ പറഞ്ഞറിയോ? ഇത് ഓതി പഠിപ്പിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലിയുൻദിറ മൻ കാന ഹയ്യാ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഖുർആൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആ പ്രവാചകന്റെ മഹിമകൾ പറഞ്ഞാലും തീരോല. എത്രയെത്ര വിശേഷങ്ങളും വർണ്ണനകളും പറയാനുണ്ട്. ബഷീറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിനെ സ്നേഹിക്കുന്നു എന്ന പേര് പറഞ്ഞ് കുറേ പാട്ടുകൾ പാടി, കുറേ ദഫ് മുട്ടി, കുറേ DJ പാർട്ടി നടത്തി, വീടുകളിലും പള്ളികളിലും എന്തൊക്കെയോ അറബിയിൽ ചൊല്ലിപ്പറഞ്ഞു. ഇസ്ലാമിന് യോജിക്കാത്തതും പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞത് CM മടവൂരിന്റെ കറാമത്ത് പറഞ്ഞ് പാടിയിട്ട് ത്വാഹ റസൂലുള്ളാന്റെ എല്ലാ സ്വഭാവങ്ങളും CM മടവൂരിനുണ്ട്. സഹിക്കാൻ കഴിയില്ല. ഇത് ഇനിയും നമുക്ക് ഈ ഒരു കൗമിൻ്റെ മുമ്പിൽ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അപകടങ്ങൾ വലുതാണ് എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ദീനിയായ മജ്ലിസുകളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഹക്ക് പറയുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. വ്യക്തികളെ നമുക്ക് മാറ്റിവെക്കാം. ഹക്ക് ആരുടെ കയ്യിലാണ്? ദീൻ ആരുടെ കയ്യിലാണ്? ഇസ്ലാം ആരുടെ കയ്യിലാണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാം പഠിക്കുക. ഖൈറുൽ കലാമി കലഹമുല്ലാഹ്. ഏറ്റവും
ഉത്തമമായത് മൗലൂദല്ല, ഹദ്ദാദല്ല, റാത്തീബല്ല, കുത്തറാത്തീബല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും ഉത്തമമായ ചര്യ അള്ളാന്റെ ചര്യ, അള്ളാന്റെ കലാമാണ്. ഏറ്റവും ഉത്തമമായ ചര്യ CM-ന്റേതല്ല. വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ മാർഗമാണ് ഉത്തമമായ ചര്യ. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഓൺലൈനിൽ വന്നിരിക്കും, ഓഫ്ലൈനിൽ വന്നിരിക്കും. വന്ന് ഇരുന്നാൽ ആളുകൾക്ക് എന്താ കൊടുക്കേണ്ടത്? അള്ളാഹിനെ പറ്റി പറയണം, ദീന് പറയണം, ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായി തേന് വിറ്റുകൊണ്ടും വേറെ പലതും വിറ്റുകൊണ്ടും ഓരോരോ മജ്ലിസുകൾ ഉണ്ടാക്കുകയാണ്. കാര്യമായി മജ്ലിസ് സ്വലാത്തിൻ്റെതാണ്. സുഹൃത്തുക്കളെ, നമ്മളൊരൊറ്റ ഉദാഹരണം നോക്ക്. ഇസ്ലാമിൽ സ്വലാത്തിന് എത്ര വലിയ സ്ഥാനമുണ്ട്. ഇപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ബഹളം ഉണ്ടാവൂല, ഇവിടെ ഒരു പെട്ടി അതിൻ്റെ പേരിൽ വരൂല, അതിൻ്റെ പേരിൽ ഒരു സ്വലാത്തിൻ്റെ വാർഷികം ഉണ്ടാവൂല. ഓരോ സ്വലാത്തിനും 10 വലിയ പുണ്യമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. എവിടെ ഇരുന്നും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമിലെ പുണ്യകർമ്മമാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. എന്നാൽ സ്വലാത്തിൻ്റെ മജ്ലിസ് പറഞ്ഞൊരു പ്രത്യേക മജ്ലിസ് ഉണ്ടാക്കുക, സ്വലാത്തിൻ്റെ വാർഷികം പറഞ്ഞ് വാർഷികം, സ്വലാത്തിൻ്റെ പിരിവ് എന്ന് പറഞ്ഞ് പിരിവ്, പള്ളികളുടെ മുമ്പിൽ സ്വലാത്ത് വകപ്പെട്ടി. ഇനിയെന്താ വേണ്ടത്? ഇതൊക്കെ പെട്ടില്ലാത്തൊരു പരിപാടിയില്ല. ദിക്ർ വക ഹൽക്ക പെട്ടി, ഓമാനുഷഹദാക്കളെ നേർച്ച പെട്ടി, ഇങ്ങനെ കുറേ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് ആർക്കാണ് ഇതൊക്കെ? ഈ സാധുക്കളായ മനുഷ്യന്മാർ. അവർ വിയർപ്പ് ടാപ്പിംഗ് ജോലിക്ക് പോയി മത്തി കച്ചവടം ചെയ്ത് വെയിൽ കൊണ്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന് ഈ ബോക്സിൽ ഇടണം. എന്തിനറിയോ? എൻ്റെ രോഗങ്ങൾ മാറും, എൻ്റെ വിഷമങ്ങൾ തീരും. സ്വലാത്തിൻ്റെ കണ്ട് പേര് കേട്ട ഏത് മുഅ്മിനാണ് ഈമാനില്ലാതെ ഓൻ പൈസ ഇട്ട് കൊടുക്കും. അത് ചൂഷണം ചെയ്യാണ്. അതുകൊണ്ടാണ് സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ കാമിലി, കുറേ സ്വലാത്ത് ഇങ്ങനെ സ്വന്തമായി ഉണ്ടാക്കുക. 5 കൊല്ലം സ്വലാത്ത്, 2 കൊല്ലം പഴക്കമുള്ളത്, 3 കൊല്ലം പഴക്കമുള്ളത്. എന്നിട്ട് ഓരോരുത്തരുണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുണ്ടാക്കുക. എന്നിട്ട് അവരിങ്ങനെ സിനിമാ നടന്മാരന്മാർ ഓലിങ്ങനെ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ നടക്കുക. എന്നിട്ട് എന്താ ഇവർക്ക് വല്ല ദീനുണ്ടോ? അഫ്ളൽമ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കിതാബ് പഠിച്ചിട്ടുണ്ടോ? 5 ജുസ് ഹിഫ്ളുണ്ടോ? ശരിക്കും ഫാത്തിഹ ഓതി അർത്ഥം പറയാൻ വയ്ക്കോ? അതൊന്നും പ്രശ്നമല്ല. സ്വലാത്തുണ്ടോ? എന്തെങ്കിലും സ്വലാത്തിൻ്റെ ഇന്നത്തെ കോല, ഈ 2025 സ്വലാത്ത് എത്തിയ കോല ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി, നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ? ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മളെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. ചീരിന് കൊടുക്കുമ്പോ സ്വലാത്തുൽ ഫാത്തിഹ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് കൂടാവും. വെറുതെ വന്നതില്ലാതെ ചീരിന് എന്ന് പറയുന്നത് സ്വലാത്തുൽ ഫാത്തിഹ തട്ടിപ്പറിച്ച അപ്പൊ സ്വലാത്തുൽ ഇപ്പൊ നോക്കാം. നിങ്ങൾ ഒരു മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് ഒരാളെ നോക്കൂ. നിങ്ങൾ ഒരു ഇദ്ദേഹത്തിന്റെ ചാനൽ, ഞാൻ വ്യക്തിനെ പറയല്ലോ കേട്ടോ, ആ ചാനൽ ഞാൻ ഇടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട്. ഈ കൗമ് എന്താ പറയണത്? അതിന്റെ താഴൊക്കെ ഫാത്തിമാരും ഖദീജാരും നബീസാരും ഒക്കെ ഇങ്ങനെ വന്ന് കമന്റ്, ഉസ്താദേ മോള് പ്രസവിക്കാൻ പോവുകയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും, നിങ്ങളെ മജ്ലിസാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അവിടെ ഇങ്ങനെ അടുപ്പത്ത് പിന്നെ ടിവിൻ്റെ താഴെ വെള്ളമൊക്കെ വെച്ച് അതിൽ ഊതി ഇരുന്ന് വേറെ ചില ആൾക്കാർ നടക്കുക. എന്നിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ തേനിൽ ഊതിക്കോളി, കാര്യം നടക്കും. സ്വലാത്തിന്റെ ഇസ്ലാമിന്റെ വേദി പറഞ്ഞിട്ടാണ് ഇതിലൊക്കെ ഉദ്ഘാടനം തങ്ങന്മാരാണ്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ വേറൊരാൾ നമ്മളൊന്നും പറയില്ല. ഗുരുവായൂരപ്പന്റെ കറാമത്തും ഔലിയാക്കപ്പെട്ടൊന്നും ഞാൻ പറയണില്ല. ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ആ തേന് കൂതിക്കോളും, നിങ്ങളെ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നടക്കുന്നത്? ഇത് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എന്താ പറയോ? നിങ്ങൾക്ക് തങ്ങന്മാരില്ല, നിങ്ങൾ മഹാന്മാരെ ബഹുമാനിക്കണില്ല. ഇതിലൊക്കെ എന്ത് ബഹുമാനാണ് കൊടുക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ദീനിന്റെ സ്വലാത്ത് എന്ന് പറയുന്ന മഹത്തരമായ ഒരു പുണ്യകർമ്മത്തിന്റെ ഒരു യഥാർത്ഥ ദീനിന്റെ ഷിആർ പഠിപ്പിക്കേണ്ട ഒരു വേദി വരെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നടക്കുക. ഇനി യതീം കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തു, കുറെ കല്യാണം നടത്തിയിട്ട് എന്താ കാര്യം? അതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യണില്ലേ? മാതാമൃതാന്തമ ചെയ്യണില്ലേ? ബാബ അമത്തെ ചെയ്തില്ലേ? സത്യസായി ബാബ ചെയ്തില്ലേ? നമ്മുടെ പണി എന്താ? ഇസ്ലാമിലുള്ളത് ഇങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക.
ദീനിന്റെ ഷിആർ കൊടുക്കുക. ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അള്ളാന്റെ ദീന് പഠിപ്പിച്ചതിലേക്ക് വരിക. മന്നമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഒരു ദിക്ർ, ഒരു നിസ്കാരം, നമ്മൾ പള്ളിയിൽ ഇപ്പൊ സുബഹി 2 റക്അത്ത, നാളെ ഒരാൾ പോയിട്ട് ഈ കുറച്ച് കൂലി അധികം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികമായി ഒരു റക്അത്ത് നിസ്കരിച്ചാ നിങ്ങൾ അയാളെ നല്ലവനെന്ന് പറയോ? ഇല്ല, അത് ഞങ്ങൾ സമ്മതിക്കൂല. എന്താ സമ്മതിക്കാത്ത? നബി പഠിപ്പിച്ച നിസ്കാരം 2 ഉള്ളൂ. പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളെ കൊടുന്നു. മറവ് ചെയ്യണതിന് മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇമാമ് പറയും, ഏത് പള്ളിയിലെ ഇമാമ് പറയും, ഒന്നാമത്തെ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം. ശരി. രണ്ടാമത്തെ തക്ബീർ കെട്ടിയിട്ട് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ഓതണം എന്നല്ല പറയാ, കെഞ്ചുല്ല ശോധനം എന്നല്ല പറയാ, ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം. എൻ്റെ വേറെ എത്ര പുണ്യമുള്ള സ്വലാത്ത് നിങ്ങൾ ചൊല്ലുണ്ടല്ലോ. വേറെ ഒരുപാട് കറാമത്ത്, ക്യാൻസർ മാറ്റുന്ന സ്വലാത്തുണ്ടല്ലോ, കിഡ്നി പോയവരെ കിഡ്നി ശരിയാക്കണ, ഡയാലിസിസ് നിർത്തി കൊടുക്കുന്ന സ്വലാത്തൊക്കെ ഉണ്ടല്ലോ. എന്താ നിങ്ങൾ അവിടെ ചെല്ലാത്തത്? അത് ഇസ്ലാമിലില്ല. അപ്പൊ പറയാത് ഇബ്രാഹിം ഈ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലൊക്കെ ചൊല്ലുന്ന സ്വലാത്തില്ലേ, അത് ചൊല്ലണം. ആ സ്വലാത്താണ് ഇസ്ലാമിലുള്ളത്. അത് എല്ലായിടത്തും അതന്നെ. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അതിൻ്റെ പൂർണ്ണ രൂപം നമ്മൾ പഠിച്ചതൊക്കെ. അതല്ലാതെ എന്ത് കറാമത്ത് പറഞ്ഞ സ്വലാത്താന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് വേണ്ട. കാരണം നമുക്ക് പഠിപ്പിച്ചതിൽ 1400 കൊല്ലം മുമ്പ് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്വലാത്ത് മാത്രമല്ല, കൂട്ടത്തു കൂടെ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ, എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ, എല്ലാത്തിൻ്റെയും മടിയിൽ ഗൂഗിൾ പേ നമ്പർ ഉണ്ടാകും. പിന്നെ എല്ലാം കഴിഞ്ഞ് വാളൊക്കെ കഴിഞ്ഞ് ചീരണിയൊക്കെ കഴിഞ്ഞ് എല്ലാം എടുക്കിട്ട് ചോറുണ്ടാകും. കുഴപ്പമില്ല, നല്ല ഭക്ഷണം മാറി കഴിഞ്ഞ് പോട്ടെ. അത് കഴിഞ്ഞാലും അത് കഴിയുന്നതിൻ്റെ മുമ്പ് കുറച്ച് ലേലം വിളിയും പരിപാടിയും ഒക്കെ ഉണ്ടാകും. നല്ല ലാഭമുണ്ടാക്കാൻ പറ്റുന്ന പല നിലക്കുമുള്ള മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം മജ്ലിസുകളെ ഉപയോഗപ്പെടുത്തി കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു കടയിൽ കയറിയിട്ട് ഒരു അരിഷ്ടം മേടിച്ചാൽ അതിൻ്റെ വില എത്ര, 10, 100, 200 ഒക്കെ അല്ലേ കൊടുക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള മജ്ലിസിലേക്ക് വന്നാൽ അരിഷ്ടത്തിൻ്റെ വില മാറും. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിൽ കോഴിക്ക് ലേലം ചെയ്തു. ഒരു നാടൻ കോഴി ലേലം ചെയ്ത് പള്ളിയിൽ ലേലം ചെയ്ത് 44,000 ഉറുപ്പ്യക്കാണ് ലേലം ചെയ്തത്. എന്തേ? അത് അവിടെ അതിൻ്റെ ബറക്കത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതേപോലെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് കയറിയിട്ട് ഒരു ദശമൂലാരിഷ്ടം ഏറിക്കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി മേടിച്ചാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയാലോ, 10-200 ഉറുപ്പ്യ കിട്ടൂലേ? പക്ഷേ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വന്നാൽ അത്ര രൂപക്കല്ല അത് കൊടുക്കുന്നത്. 4444 രൂപക്കാണ് ദശമൂലാരിഷ്ടം സദസ്സിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് ലേലം ചെയ്തിട്ട് ആൾക്കാർ മേടിക്കുകയാണ്. എന്തേ? കാരണം തങ്ങൾ ഊതിയിട്ടുണ്ട്, തങ്ങൾ തുപ്പിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊടുക്കുകയാണ്. ഈ സാധുക്കൾ ഇത് മേടിച്ച് കുടിക്കുകയാണ്. നിങ്ങൾ ആ രംഗൊന്ന് കണ്ടു നോക്ക്. വയനാട് അങ്ങ് പറഞ്ഞോട്ടെ, നല്ലൊരു സംഖ്യ വാങ്ങിക്കോട്ടെ വേഗം. അള്ളാഹു ഷിഫാക്കട്ടെ, അള്ളാഹു ആഫിയത്താക്കട്ടെ. നാടൻ വിഭവമാണെന്ന് തോന്നല്ലേ, ആയുർവേദമല്ലേ? ദശമൂലാരിഷ്ടം ഈ സദസ്സിൻ്റെ ഒരു ബർക്കത്തിന് തങ്ങളുപ്പാപ്പയുടെ ഊത്ത് കിട്ടിയ ദശമൂലാരിഷ്ടത്തിന് ഒന്നുകൂടി ഊർജം കിട്ടും. അതുകൊണ്ട് നല്ലൊരു സംഭാവന പറഞ്ഞാൽ അതൊരാക്കി തരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, പറഞ്ഞോളി, വിളിച്ചോളി. 1000 ഉറുപ്പ്യ. ആരാ പറഞ്ഞേ? ബാപ്പു സക്കാഫി 1000 പറഞ്ഞേ. 1500 നമ്മളെ ഉമറാക്കളിൽ പ്രധാനിയാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1500. 4444 രൂപ വരെ പറയാം. ബിസ്മില്ലാ, തങ്ങളുപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാം. ഏത് രോഗം ഉണ്ടെങ്കിലും അള്ളാഹു അവർക്ക് ഇതിൽ ശിഫ കൊടുക്കട്ടെ. ബിസ്മില്ലാ. ആരാ പറയാ? 4454. വേഗം വന്നോട്ടെ, മതി പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞു മതി. സഹോദരങ്ങളെ, നമ്മൾ പോയിട്ട് ചോദിക്കും, കോട്ടക്കൽ ആരെ വൈദ്യശാല ചോദിക്കും, ഇനി പോകാനുള്ള വണ്ടിക്കൂലി തരാം, പോയി ചോദിച്ചു നോക്കി എന്താണ് അതിൻ്റെ വില. ഇനി അത് ഏത് രോഗത്തിനൊക്കെയാണ് കൊടുക്കുക? ഇത് സർവ്വ രോഗങ്ങൾക്കും ഇതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളിങ്ങനെ ഇരുന്ന് പടച്ചറപ്പിൻ്റെ ദുനിയാവിൽ മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ വഴികളിൽ അള്ളാന്റെ ദീന് വെച്ച് ജീവിക്കേ. ഖുർആൻ പറഞ്ഞ വാക്ക് നോക്കൂ, ഇന്ന കസീറം മിനൽ അഹ്ബാരി, ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട്, വറുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ,
ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തുനിന്ന് വഴിതെറ്റിക്കുന്നവരാണ്. ഈ പറഞ്ഞ ഊതുന്നോരൊക്കെ അവർക്ക് അസുഖം വരുമ്പോൾ നല്ല നല്ല ആശുപത്രികളിലാ പോയി കിടക്കണത്. നല്ല നല്ല വടിപിടി ആശുപത്രികളിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പൊ ഈ ദശമൂലാരിസ്റ്റ് എവിടെ? അപ്പൊ ഊതിയ വെള്ളെവിടെ? ഊതിയ വ്യക്തി എവിടെ? എന്തിന്? പ്രിയപ്പെട്ട കേരളത്തിന്റെ അറിയപ്പെടുന്നൊരു നേതാവ് ഇത്തരം ഊത്തുകളുടെയും ബറക്കത്തിന്റെയും ഒക്കെ പോലീശ പറയാറുണ്ട്. അദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖം വന്നിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിലെ എബൈറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ചികിത്സ ചെയ്തു പോയത്. അദ്ദേഹത്തിന്റെ വീഡിയോ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. അത്രയുള്ളൂ. അവനവന്റെ കാര്യം വരുമ്പോൾ നല്ല അടിപൊളി ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോവുകയാണ്. നല്ല ഇന്റർനാഷണൽ ചികിത്സയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധുക്കൾ വരുമ്പോൾ 4444 ഉറുപ്പിന്റെ ഈ അരിഷ്ടം കൊണ്ടുപോയി കുടിച്ചാൽ എല്ലാ രോഗം പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുകയാണ് ഈ സ്വലാത്തിൻ്റെയും മജ്ലിസുകളുടെയും ഒക്കെ മഹത്വം പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ അന്തസത്തയിൽ യോജിക്കേണ്ടതാണ്. ദീനിലില്ലാത്തത്, ദീനിനെ വെട്ടിച്ചുരുക്കുന്നതും ദീനിൽ കൂട്ടിച്ചേർക്കുന്നതും അപകടകരമാണ്. ഇത് ഒരു അരിഷ്ടത്തിൽ നിൽക്കൂല. നമ്മുടെ വീട്ടിലെ ഒരു കോഴിമുട്ടൻ്റെ മാക്സിമം വില 5-6 ഉറുപ്പ്യാണ്. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോൾ വില ചോദിച്ചത് നാടൻ കോഴിക്ക് ഒരു കോഴിമുട്ടക്ക് 10 രൂപയാണ്. പക്ഷേ അത് തങ്ങൾ ഊതിയതോ മജ്ലിസിൽ എത്തിയോ അതിൻ്റെ വില മാറുകയാണ്. ഈ മജ്ലിസിൽ കോഴിമുട്ടന്റെ വിലയൊന്ന് കേട്ട് നോക്കണം നിങ്ങൾ. അടുത്തൊരു ക്ലിപ്പ് ശ്രദ്ധിച്ചു. ആമീൻ. ഇതാ ഈ കാണുന്ന മുട, 3 മുട വിളിക്ക്. 313 പറഞ്ഞ തരാം. ആർക്കാ വേണ്ടി? ബാബുസ്ഥാനെ കൊണ്ടെടുത്തോളെ. ആമീൻ. 313 ഉറുപ്പിക. ഈ ഇസ്ലാമിലെ ചില പ്രധാനപ്പെട്ട സംഖ്യകളും നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. 313 വലിയ ബർക്കത്തുണ്ടോ? 786 ബർക്കത്തുണ്ടോ? 4444. ഇതൊക്കെ കച്ചവടത്തിനൊരു സംഖ്യ. അതിനപ്പുറത്ത് ഇവർക്ക് എന്ത് പറയാനുണ്ട്? അങ്ങോട്ട് പോരിഷ ഉണ്ടാക്കുക. 5 രൂപൻ്റെ കോഴിമുട്ടക്ക് മജ്ലിസിലെത്തിയപ്പോൾ വില എന്തായി? 3 ഉള്ളതുകൊണ്ട് 313 ഉറുപ്പ്യ. ഇനി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ എല്ലാത്തിലേക്കും പോലെ സാമ്പിളിന് പറയാണ്. ഇവിടെ എല്ലാം വിറ്റഴിക്കപ്പെടുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും അവനവൻ്റെ പരലോകം ആലോചിക്കണം. നാളെ പരലോക കോടതിയിൽ മനുഷ്യന്മാർ വരും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർ വിലപിച്ചുകൊണ്ട് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ തഅനാ സാദതനാ, ഞങ്ങളെ സയ്യിദന്മാരെ ഞങ്ങൾ അന്ധമായി അനുസരിച്ചു. വകുബറാഅനാ, ഞങ്ങളെ കബീറ വലിയ വലിയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നതാ ദീന്, അവർ ചെയ്യുന്നതാ ദീന്, അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു പോയി. ഫാദല്ലൂന സബീല, ഞങ്ങളാകെ വഴിതെറ്റിയവരായി മാറി. ആ കാരണം കൊണ്ട് അവർ ഞങ്ങളെ പിഴപ്പിച്ചു. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. അടുത്ത വാക്ക് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപത്തിന് അവരെ ഇരയാക്കണം. അല്ലാ, അവരാണ് ഞങ്ങളെ നശിപ്പിച്ചത്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് കിബറാമാരുടെ സാദാത്യങ്ങൾക്ക് നേരെ എതിരായി അവിടെ വെച്ച് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതിൻ്റെ തുടക്കത്തിലേക്ക് വരിക. നമുക്ക് സ്വന്തമായി പടച്ചോൻ ബുദ്ധി തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അള്ളാന്റെ ഖുർആൻ ഇവിടെയുണ്ട്, ഹദീസ് ഇവിടെയുണ്ട്. വിരൽ തുമ്പിൽ ഒന്ന് ഞെക്കി നോക്കിയാൽ ഹദീസ് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, അർത്ഥം പഠിക്കാൻ അവസരമുണ്ട്. ഇനിയും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ കോടതിയിൽ വന്ന് വിലപിച്ച് കരഞ്ഞുകൊണ്ട്, റബ്ബേ, ഞങ്ങൾക്കൊരല്പസമയം ഈ നരകത്തുനിന്ന് അപ്പുറത്തേക്ക്
ഒന്ന് മാറി നിൽക്കാൻ ഒരു ചാൻസ് തരുമോ? കുറച്ചൊരു ആശ്വാസം കിട്ടാൻ ഒന്നങ്ങോട്ട് മാറി നിൽക്കാൻ ഒരു ചാൻസ് തരുമോ? അവിടുന്ന് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ? ദുനിയാവിൽ ഉപദേശം കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ മെസ്സേജുകൾ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ലേ? ഖാലു, അവർ പറയും, ബലാ, വന്നിരുന്നു, കേട്ടിരുന്നു. ഫകദ്ദബ്നാ ബലാ ഖദ് ജാഅനാ നദീർ, താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. അതൊക്കെ അയാൾ വെറുതെ പറയാ. അത് ആ പ്രസ്ഥാനക്കാരൊക്കെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓലൊക്കെ പുത്തൻവാദികളാണ്. അങ്ങോട്ട് തള്ളി അങ്ങോട്ട് സൈഡാക്കിയിട്ടു ഈ പറയണത് എന്താ എന്ന് തീരം പരിഗണിക്കാതെ പോയതിൻ്റെ പേരിൽ വിഷമിക്കുന്ന അവസ്ഥ. ഇനി മാത്രമല്ല, ഇത്തരം സദസ്സുകളിലേക്കും ആളുകളിലേക്കും ചെന്ന് പ്രയാസങ്ങൾ മാറാനാണ് ആളുകൾ ഓടിക്കൂടുന്നത്. ഇവർ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ദിക്ർ, ഈ ദിക്ർ എല്ലാ ദിവസവും നീ 444 തവണ ചെല്ലാന്ന് പറഞ്ഞ ആ സാധു ഇരുന്ന് ചെല്ലും. എന്തെങ്കിലും ഒരു സാധനം എഴുതി കൊടുത്തിട്ട് ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ അയാൾ വീടിൻ്റെ ആധാരം പോയാലും വേണ്ടില്ല, അത് കൊണ്ടുപോയി കുഴിച്ചിടും. ചിലപ്പോൾ അപ്പുറത്തോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയും. എന്നിട്ട് പല സാധനം കെട്ടാൻ പറയും. ചിലപ്പോൾ നൂല് കൊടുക്കും, ഏലസ് കൊടുക്കും, ഐക്കല്ല് കൊടുക്കും. ഇതൊക്കെയാണ് പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം സാധനം കൊടുക്കും. ഇസ്ലാം പറഞ്ഞ പരിഹാരം കൊടുക്കൂല. മന്നല്ലക തമീമത്തൻ, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ ശിർക്ക് ചെയ്തവനാണ്. പ്രവാചകന്റെ മജ്ലിസിലേക്ക് 10 പേര് വന്ന് ഇസ്ലാം സ്വീകരിച്ച് ബൈഅത്ത് കൊടുത്തു. 9 ആളുകളുടെ കൈക്ക് നബി തങ്ങൾ കൈ കൊടുത്തു. 10ാമത്തെ ആളുടെ കൈകൾക്ക് നബി തങ്ങൾ അത് കൊടുത്തില്ല, കൈ കൊടുത്തില്ല. എന്താ നബിയെ, അവനെ മാറ്റി നിർത്തിയത് തമീമത്താണ്. എല്ലസ് കെട്ടിയവന് കൈ കൊടുക്കില്ല, അവനോട് കരാറില്ല. അത് ഊരി മാറ്റാതെ അവനോട് കരാറില്ല. അത്തമാഇമു വത്തിവലതു ശിർക്കുൻ, ഏലസുകൾ, ഐക്കല്ലുകൾ, ഉറുക്കുകൾ, നൂലുകൾ, ചരടുകൾ അല്ലാഹു അല്ലാത്തതിൽ നിന്ന് അഭയം പ്രാപിക്കുന്ന അതെല്ലാം ശിർക്കാണെന്ന് നമ്മുടെ കിതാബിലല്ല, ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ പൊതു സദസ്സിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതാങ്ങൾ ഏലസ് കെട്ടണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അതിന് പ്രചാരം കൊടുക്കുന്ന മറ്റൊരാളെ നമുക്കൊന്ന് കാണാം. ഒരു വെള്ള കടലാസ് എടുത്ത് ഞാനൊക്കെ കുട്ടികൾക്ക് ഉറക്കുണ്ടായി കൊടുക്കലുണ്ട്. ഐക്കല്ല് എത്രയോ ആളുകൾക്ക് എന്നോട് പറയും, ഉസ്താദ് ഒരു ഐക്കല്ല് വേണം. ഞാൻ ഒക്കെ ഉസ്താദിന് കിട്ടിയ ഇജാസത്ത് പ്രകാരം ഐക്കല്ലുണ്ടായി. അത് കുട്ടികൾക്ക് കെട്ടിയാൽ പിന്നെ അസ്മാരല്ല, പിന്നെ ഹാർട്ടിന്റെ വാൾവിന് ഓട്ടല്ല. ഓപ്പറേഷൻ ചെയ്യാൻ എത്ര 35 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം, അത് കൊടുക്കാൻ നല്ല രസമാണ്. ഒരു ഐക്കല്ല് കൊടുത്തിട്ട് അത് മാറിക്കഴിഞ്ഞാൽ ഉസ്താദിനോ 100 രൂപ. ഈ 100 നൊട്ടയ്ക്ക് തരാൻ ആൾക്ക് മനസ്സില്ല. അല്ലാത്ത സങ്കടമാണ്, കായ് കിട്ടണില്ല. എത്ര ഏലസ് കൊടുത്താലും എത്ര ഉറുക്ക് എഴുതി കൊടുത്തിട്ട് ആകെ 100 റുപ്യ തരുന്നത്. നിങ്ങൾ ഒരു ഓപ്പറേഷൻ പറഞ്ഞാൽ 30,000, 40 ലക്ഷം, 50 ലക്ഷം നിങ്ങൾ കൊടുക്കുകയാണ്. ഇൻ്റെ ഒരു ഏലസിന് എന്താ ചെറിയ പൈസ ഇല്ല, തന്നാൽ എന്താ? എന്നിട്ട് എന്തിനൊക്കെയാണ് അസുഖത്തിന്? ഒരു ഏലസ് കൊണ്ട് എന്തൊക്കെ മാറും? അപസ്മാരം മാറും. ഇതുപോലത്തെ ആൾക്കാരെ ഭ്രാന്ത് മാറണാവോ? അതേപോലെ തന്നെ പിന്നെ ഒരു ഹാർട്ടിന് വാൾവിന് ഓട്ടുണ്ടെങ്കിൽ മാറും. ഇനി എന്തിനാ മെഡിക്കൽ കോളേജ്? എന്തിനാ ഈ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് പോണത്? ഒക്കെ ഏലസ് കൊണ്ട് ഐക്കല്ലുകൊണ്ട് പരിഹാരം ഉണ്ടാക്കി തരും. മൂപ്പരെ തന്നെ മേടിക്കണം. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ചില സമയമൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടു. എന്താണ് ഇവരെ പറയുക? നമ്മൾ ഈ ഖൗമിൻ്റെ പണവും ഊർജവും എല്ലാം ചൂഷണം ചെയ്ത് ജനങ്ങളെ എത്തിക്കുന്നത് എവിടേക്കാണ്? ഞങ്ങൾക്ക് ശിഫ കിട്ടും, ഞങ്ങൾക്ക് ആശ്വാസം കിട്ടും, സന്താനമില്ലാത്തവർക്ക് സന്താനങ്ങൾ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം പറയാണ് ഇതൊന്നും പരിഹാരമല്ല. മക്കൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ബിന്യാമീനെയും യൂസുഫിന് അലിഹിസ്സലാമ 2 പേരെ നഷ്ടപ്പെട്ട യാക്കൂബ് നബി ഏലസിലേക്കല്ല, മഖബറയിലേക്കല്ല, ദർഗയിലേക്കല്ല, ജാറത്തിലേക്കല്ല, നേരെ അല്ലാഹുവിലേക്ക്. ഇന്നമാ അഷ്കൂ ബസീ വഹസീ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എൻ്റെ ആവലാതി വേവലാതി നീക്കുക. രോഗം ബാധിച്ച് 18 കൊല്ലം ക്ഷീണിതനായി ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ചിഞ്ചലം ഒഴുകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അന്നീ മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റാഹിമീൻ. പ്രാർത്ഥന ഉണ്ടാവണം.
ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ ചെയ്യണം. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വയം ആയത്തുകളും സൂറത്തുകളും ഫാത്തിഹയും ഒക്കെ ഓതിയിട്ട് തടവണം. മറ്റുള്ളവരോട് ദുആ കൊണ്ട് വസിയത്ത് പറയണം. രോഗിയായ ആ രോഗിനെ സന്ദർശിക്കണം. ഇങ്ങനെ ചില മര്യാദകളും കീഴ്വണക്കങ്ങളും ഒക്കെ പഠിപ്പിച്ചു. തെറ്റായ ഹറാമായ ചികിത്സകൾ പാടില്ല. നബിതങ്ങളുടെ കാലത്ത് ചില ആളുകൾ മദ്യത്തിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് കുടിക്കാൻ തുടങ്ങി. എന്തിനാ ചോദിച്ചപ്പോൾ അതൊരു മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ലാ തദാവൂ ബിൽ ഖംരി, ഹറാമായ വിലക്കിയ മദ്യം പോലെയുള്ളത് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഫഇന്നഹു ദാഉൻ, അത് നിങ്ങൾക്ക് രോഗമാണ്. വലാദവാ, അതൊരു മരുന്നുമല്ല. ഇതേപോലത്തെ സാധനം കിട്ടിയാണെന്ന് ചിലപ്പോൾ എൻ്റെ അസുഖം മാറും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതുകൊണ്ടാണ് മാറിയത്, അല്ല മാറ്റിയതല്ല എന്നവന് ചിന്തിക്കും. അതുപോലെ തന്നെയാ നമ്മുടെ നാട്ടിലെ സിറാത്തുൽ മുസ്തഖീമിന്റെ പാത പഠിക്കുന്ന ആർക്കും പറയാം, പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറുൽ ഖുബൂറ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. എന്തിനാണ്? രോഗം മാറാനാണോ? മക്കളെ കെട്ടിക്കാനാണോ? ഭർത്താവിന് ജോലി കിട്ടാനാണോ? എന്തിനു വേണ്ടിയിട്ടാ ഖബറിലേക്ക് മഖബറയിലേക്ക് പോകണം എന്ന് പറഞ്ഞത്? എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത് വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർക്കാനാണ്, മരണം ചിന്തിക്കാനാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചല്ലോ, ഓരോ മനുഷ്യനും ഈ റോട്ടിലൂടെ ജനാസ എടുത്ത് ഇങ്ങനെ പോയി 6 അടി മണ്ണിലേക്ക് അവനെ കബറടക്കുന്ന രംഗത്തിൽ ചിന്തിക്കണം, ഇന്നവനാണ് ഫഗദൻ, നാളെ ഞാനായിരിക്കുമെന്ന ഓർമ്മയുണ്ടാവണം. എന്തിനാ ഈ ദുനിയാവിൽ ഇങ്ങനെ കിബർ നടിക്കുന്നത്? എന്തിനാ ഭാര്യയോട് ഭർത്താവിനോട് ഞാനിങ്ങനെ മോശമായി ജീവിക്കുന്നത്? എന്തിനാ നാട്ടുകാരോട് വെറുപ്പിടിച്ച് ജീവിക്കുന്നത്? ഈ ലോകത്തുനിന്ന് മരിക്കാനുള്ളവനാണ്. അത് ഓർക്കാനും ആ പള്ളിക്കാട് കാണുമ്പോൾ അസ്സലാമു അലൈക്കും യാദാ ഖൗമിൽ മുഅ്മിനീൻ, അവർക്ക് സലാം പറയുകയാണ്. ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖുൻ, ഞങ്ങളും അങ്ങോട്ട് വരുന്നവരാണ്. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ ബന്ധുക്കൾ, എത്ര പ്രിയപ്പെട്ടവർ, എത്ര കാലങ്ങളായി, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവരുടെ കബറുകൾ ചെന്ന് ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ, സ്വർഗം കൊടുക്കണേ. ആത്മാർത്ഥമായ ഒരു വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നമ്മളും അതാ പറയുന്നത്. പക്ഷേ അതിന് പകരമായി ചില മക്ബറകളെ പ്രത്യേകമായി കൊണ്ട് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന സിയാറത്ത് ടൂറുകൾ ഈ നാട്ടിലൊക്കെയുണ്ട്. ചില അമീർമാരുടെ നേതൃത്വത്തിൽ മാസം മാസം പോവാണ്. അജ്മീറിലേക്ക്, ഉള്ളാളിലേക്ക്, ഭീമാ പള്ളിയിലേക്ക് പോവുകയാണ്. എന്തിനാണ്? പൈസയും എടുത്ത് ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യനെ പറഞ്ഞേക്കും, ഭർത്താവ് പോണില്ല. 3 ദിവസത്തെ 4 ദിവസത്തെ യാത്രയാണ്. പെണ്ണുങ്ങളാണ് കയറി വിടുക, പെങ്ങളങ്ങോട്ട് കയറ്റിവിടുക. ആർക്കെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ അവരൊക്കെ പിടിച്ച് കയറ്റിവിടുക. അവിടെ പോയാൽ പരിഹരിക്കും. ഹദീസിൽ പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങളൊരു പ്രത്യേക യാത്ര പോകാൻ പാടില്ല. അതേതാണ്? മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദുൻ നബവിയാണ്, മസ്ജിദുൽ അഖ്സയാണ്. ബാക്കിയൊക്കെ നമുക്ക് പള്ളിയാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടെ ചില ആളുകളുടെ ഖബറുണ്ട്. ആ ഖബറിങ്ങ ചെന്നാൽ പൈസ ഇട്ടാൽ, ജാറം മൂടിയാൽ, അവിടെ വെച്ച് ഓതിയാൽ, അവിടെ വെച്ച് ഊതിയാൽ എൻ്റെ ഇന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വിശ്വാസം ആ ഖൗമിൻ്റെ ഇടയിൽ വ്യാപിച്ചു. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ ഉറൂസുകളിലേക്ക് ആളുകൾ കൊണ്ടുപോവാണ്. അവിടെ എന്താ നടക്കുന്നത്? ഒരു പള്ളിയിലേക്ക് ഒരു പെണ്ണ് പോകുമ്പോൾ പറയും ഹറാമാണ്, ഭയങ്കര ഫിത്നയാണ്, പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഉറൂസുകളിലേക്ക് കുത്തഴിഞ്ഞുകൊണ്ട് ആണും പെണ്ണും ചാടിക്കളിക്കാൻ പോകുമ്പോൾ എന്താ എതിർക്കാത്തത്, എന്താ വിമർശിക്കാത്തത്? ഞാൻ ആ വിഷയം പറയാം. ആദ്യം നമുക്ക് ഉള്ളാൾ ദർഗയിൽ, കാസർഗോഡ് മംഗലാപുരം റൂട്ടിലുള്ള അറിയപ്പെടുന്ന ഉള്ളാൾ ദർഗയിൽ ഒരു ഉറൂസിന്റെ ഒരു സാമ്പിൾ ഒന്ന് കാണാം. മക്കളെ കൈവിടണ്ട, മക്കളെ ബിൽക്കുൾ കൈവിടത്തില്ല. മക്കളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടാവ് കിട്ടുന്ന 3-4 ഗಂಟೆ വേണം. അനേസപോലും കിടാവും മക്കളവും അതേപോലെ മേലുള്ള ബംഗാളി പാസ് മൊബൈൽ ഫോൺ എത്ര ജാഗ്രത ബന്ദാറിനെ ബന്ധേ പ്രവാസ് കുത്തുബ് സമാന ഉള്ളാളിൽ മറമുള്ള ഒലിയുള്ള കുതിരത്തിനാല ജലമുകളിൽ നടന്നുള്ള താജുള്ള അമ്പവൻ ദീനിൻ ഇമ്പ് പകർന്നൊലിയുള്ള റളിയല്ല ആണ്ടവൻ തോനെ ശറഫുകളേറ്റിവരിൽ നീ യാ അല്ലാഹ്.
മക്കാമും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ ആണും പെണ്ണൊക്കെ ഹലാലാണോ? ഇവിടെ അതിർവരമ്പുകളുണ്ടോ? ഇവിടെ ഫിത്നയുണ്ടാവില്ലേ? ഇതൊക്കെ ഹലാലാണോ? എന്താണ് നമ്മൾ ചിന്തിക്കാത്തത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഖബറിലേക്ക് പോകാൻ പറഞ്ഞത്? ആ ഖബർ സന്ദർശിച്ചിട്ട് പരലോകോർക്കാൻ. ഈ ആളും ബഹളും ഇതൊന്നല്ല, പീപ്പിളിയും അതുപോലെ ഗാനമേളയും നല്ല വാദ്യമേളയും ആനയിളകിയിട്ട് എത്ര ആളാ മരിച്ചത് ചന്ദനക്കുടത്തിനൊക്കെ. എന്തിനാ ഖബറിങ്ങ ആന? എന്തിനാ ഖബറിങ്ങ ചെണ്ട? എന്തിനാ ഖബറിങ്ങ ശിങ്കാരിമേളം? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞു. എന്താ കരഞ്ഞത്? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ പരലോകത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാലേ രക്ഷപ്പെടുള്ളൂ. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അദാബായിരിക്കും. അതോർത്താ ഞാൻ കരയുന്നത്. മദീനയിലെ ബഖീഉൽ ഖർഖദിലേക്ക് നബി തങ്ങൾ ഒരു ജനാസനെയും എടുത്തുകൊണ്ടുപോയി. ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ഖബർ പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോകില്ല, വേഗം എടുത്ത് കൊണ്ടുപോവാണ് ജനാസ മറവ് ചെയ്യാൻ. ഖബറിന്റെ പണി അങ്ങ് ഫുള്ളായിട്ടില്ല, അവിടെ സൈഡിലേക്ക് വെച്ചു. നബി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിക്കണം, തൻ്റെ ചുമലിലേക്ക് ഇങ്ങനെ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അത് എണീറ്റ് പോകാത്ത ഒരു ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സഹാബത്തിനോട് പറയാണ്, യാ ഇഖ്വാനി ഫാഇദൂ ലിമിസ്ലി ഹാദാ, ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്, എല്ലാവരും സന്നദ്ധരായിക്കോളൂ, ഒരുങ്ങി തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ആ ഖബറിങ്ങയിരുന്ന് കരഞ്ഞു. ഹത്താ ബല്ലത്തറാ, താടിരോമങ്ങളിലൂടെ കണ്ണീരൊഴുകി. ഇരുന്ന മണ്ണ് വരെ നനയാൻ മാത്രം ഖബർ കണ്ട് കരഞ്ഞവരാണ് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ടവരായ നമ്മുടെ നേതാക്കന്മാരെങ്കിൽ ഇത്തരം ഖബറുകൾ കാണുമ്പോൾ, ഇത്തരം ഉത്സവം കാണുമ്പോൾ ആർക്കാ പരലോകം വേണ്ടത്? ആരാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്? ആർക്കാണ് സിയാറത്തുൽ ഖുബൂറിന്റെ മര്യാദ പാലിക്കാൻ കഴിയുന്നത്? കെട്ടി ഉയർത്തുകയാണ്, പൊന്തിച്ചു വെക്കുകയാണ്, അലങ്കരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത് പടച്ചോനെ. നബിനേക്കാൾ വലുതാണോ ബാക്കിയുള്ളവർ? നീ ഭീമാപള്ളി എന്ന് കണ്ടു നോക്കും. കുറെ ആൾക്കാർ പോണോ തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചിന്റെ മക്ബറ. തൊട്ടില് കെട്ടുന്നു അല്ലെ, പച്ച കുറെ പതാകൾ കെട്ടിയിട്ടുണ്ട്, പലതും നടക്കുന്നുണ്ട്. ഭീമാപള്ളിയിലേക്ക് ഒരിക്കൽ പോയോ നിങ്ങൾ? ഒരിക്കൽ. എല്ലാ കേന്ദ്രങ്ങളും എല്ലാത്തിൻ്റെയും ഷർറുകളുടെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. എല്ലാം നടക്കുന്നത് ദീനാണെന്നും പറഞ്ഞു, ഖബറാന്നും പറഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട ഭാര്യമാരും കുടുംബമൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ എന്തോ കാര്യമായിട്ട് പറയാനൊന്നും കഴിയാതെ നിൽക്കുന്ന വേളയിൽ നബി തങ്ങളുടെ സംസാരം ശ്രദ്ധിച്ച് അടുത്തേക്ക് നിന്നപ്പോൾ നബി പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദികളെ നസാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു കേട്ടോ. എന്താ കാരണമെന്നറിയോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അംബിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. അംബിയാക്കന്മാരുടെ ഖബർ അതിനെ മസാജിദുകളാക്കിയവരെ ശപിച്ചിരിക്കുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്ക്. അംബിയാക്കന്മാരാണോ? ആളെ പേരറിയുമോ? സ്ഥലം അറിയുമോ? മുനമ്പത്ത് ബീവി ആരാ? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരറിയില്ല. ബീവിന്റെ പേരെന്താ? പേരറിയില്ല. സ്ഥലം അറിയോ? സ്ഥലം അറിയില്ല. പിന്നെന്താ? ഫേമസ് ആണ്. എന്താണ് ഫേമസ്? വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരൊക്കെ ജീവിച്ച നല്ലൊരു നാട്ടിലാണ് ആ ജനാസ അടഞ്ഞത്. വല്ലാത്തൊരു അവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു മനുഷ്യന്, സാധാരണ എല്ലാ സ്വഹാബിമാർക്കും എന്താ ഉണ്ടാവുക? ഒരു ഖബറുള്ളത്. മദീനത്തൊക്കെ ചെന്നിട്ടുണ്ടല്ലോ നമ്മൾ, ഉഹദിലൊക്കെ ചെന്നിട്ടില്ല നമ്മൾ, ബദറിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തർക്കും ഒരു ഖബറാണെങ്കിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങൾ പുത്തനങ്ങാടിയൊക്കെ ചെന്നാൽ
അതുപോലെ തന്നെ തിരൂർ ഭാഗത്തൊക്കെ ചെന്നാൽ ഒരു വലിയന് 2 ഖബർ, 2 പള്ളി, 2 പെട്ടി, 2 ഉറൂസ്. നല്ല വരുമാനം, പണമുണ്ടാക്കുന്ന കേന്ദ്രമായി. എന്നിട്ട് പൈസ പള്ളി നോക്കുന്നത് ഉസ്താദിന്റെ ശമ്പളം, യതീംഖാന, വനിതാ കോളേജ് നടക്കുന്നത് എവിടുന്ന? ഈ ഭണ്ഡാരം പൊട്ടിച്ചിട്ട്. ഇതൊക്കെ ഇസ്ലാമിൽ ഹലാലും ഹറാമൊന്നും നമുക്ക് ബാധകല്ലേ? ലഅനത്തുള്ള എന്ന് പറഞ്ഞതിന്റെ പൈസ കൊണ്ട് ജീവിക്കേ, അതുകൊണ്ട് പള്ളി ഉണ്ടാക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്ന് നോക്കുക. കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന സ്ഥലത്ത് ഓച്ചിറ ഉപ്പ എന്ന ഒരാളുടെ ജാറമുണ്ട്. ആരായിരുന്നു അയാൾ? മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്നു. ഓച്ചിറ ദാമോദരൻ അന്തരിച്ചു. ദാമോദരൻ എന്ന പേര്. മരിച്ചതിന് ശേഷം നമ്മുടെ കൗമിൽപ്പെട്ട ചില മനുഷ്യന്മാർ മയ്യത്ത് കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്. അവർ പോയിട്ട് പറഞ്ഞു, ദാമോദരനല്ല, ഇത് ഞങ്ങളുടെ ആളാണ്, പേര് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേര് മാറ്റിട്ടു. നിങ്ങൾ പോയിക്കോ. ആർക്കും ഇന്ന് കേരളത്തിൽ എന്ത് സുഖ, ഒരു 3 മണിക്കൂർ ട്രെയിനോട് കയറി എന്ത് സ്ഥലം പോയി പഠിക്കാലോ. ആ ജാറം ഇന്നോട് ജീവിച്ചിരിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ചെന്ന സമയത്ത് ഇതുപോലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ എന്താണിന്ന് ഇവിടുത്തെ തിരക്കെന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അപ്പുറത്തൊരു ഉറൂസ് നടക്കുക. ഏത് ഉറൂസാണ്? ഏത് മഹാൻ്റെതാണ്? ഏതെങ്കിലും നിലക്ക് ഇമാം മാലിക്കിൻ്റെ കൂടെ വന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ചേരമാൻ്റെ കൂടെയൊക്കെ വന്ന ആരെങ്കിലും ആണോ? ഒന്നുമല്ല. പിന്നെ ആരാ? പേര് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആളുടെ പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനത്തെ പേര്? അതൊരു ഖബറാണ്. ആ ഖബറിനകത്ത് ആകെ കിട്ടിയത് ഒരു ഫുൾ ബോഡി കിട്ടിയില്ല. ആകെ കടലിൽ നിന്ന് കിട്ടിയത് ഒരു കാൽ മുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തല കിട്ടി. 2 കൂടി ഖബറടക്കി. നമ്മൾ ഉറപ്പിച്ചത് നമ്മൾ തന്നെ. അതുകൊണ്ട് പേരിട്ട് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. പോയിക്കോളി, കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെയാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ്? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം, ദീനെ നമ്മൾ പഠിച്ചില്ല. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തും കേട്ടും പറഞ്ഞു ഇങ്ങനെ പോകുന്നു. എൻ്റെ ഇപ്പം അങ്ങനെ എഴുതിനല്ലോ, ആയിക്കോട്ടെ, എന്താ? വെള്ളിപ്പം അങ്ങനെ എഴുതിനല്ലോ, ആയിക്കോട്ടെ, അതിനെന്താ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ എൻ്റെ വാപ്പകാരനോമാരുടെ മാർഗത്തിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിൻ്റെ വാപ്പ വിഗ്രഹാരാധനയിലേന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴിക്ക പോകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എൻ്റെ ബാപ്പകാരണവന്മാരുടെ മതത്തിലാണെന്ന് പറഞ്ഞാൽ അബൂജഹലിൻ്റെ, അബൂലഹബിൻ്റെ, ഉത്ബയുടെ കുടുംബ ഖുറൈശികളുടെ ഓല വഴിയിൽ പോകണം. അതേതാ? ലാത്ത, ഉസ്സ, മനാത്ത അടക്കമുള്ള വിഗ്രഹങ്ങളായിരുന്നു അവരുടെ കേന്ദ്രം. അപ്പോൾ അതല്ലല്ലോ ദീന്. പിന്നെന്താ ദീന്? ദീൻ എന്ന് പറഞ്ഞത് വഹിയാണ്. അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തെ പഠിച്ച് കൃത്യമായി കൊണ്ട് ജീവിതത്തെ വിലയിരുത്താൻ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. നീ ഒരു മുസ്ലിമായ നല്ല ഒരു കച്ചവടക്കാരനാണോ? സിഗരറ്റ് വിൽക്കാൻ പറ്റൂല. എന്താ കാരണം? അത് ലഹരിയാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയാണ്. പ്രിയപ്പെട്ട കച്ചവടക്കാരാ, നിന്റെ കടയിൽ സിഗരറ്റ് ഉണ്ടോ? കാജബീഡിയുണ്ടോ? നീ അത് വിൽക്കുന്നുണ്ടോ? നിന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. എൻ്റെ വാക്കല്ല, എൻ്റെ ഫത്വല്ല. നിങ്ങൾ വായിച്ചോ. 17 കാരണങ്ങൾ കൊണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അത് ലഹരിയാണ്, സംശയമല്ല. ഇനിയും നീ അത് വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പൂച്ചെങ്ങലിലെ അങ്ങാടിയിലെ ക്യാൻസർ പരത്തുന്നതിൻ്റെ ആള് നീയാണ്. നീ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. എത്ര വയസ്സായ ആളുകളെയാണ് മരിക്കാൻ സമയത്ത് കുടുംബക്കാർ ശപിക്കാൻ തുടങ്ങി. അയാൾക്കത് വേണം. ശ്വാസം മുട്ടി ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ പറയും, വലിക്കണ്ട വലിക്കണ്ട എന്ന് പറഞ്ഞതല്ലേ. എല്ലാവരും ശപിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥ എന്തിനാണ് ഈ കൗമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എല്ലായിടത്തും ചില അദബ് പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ വാപ്പയും ഉമ്മയും ഉണ്ടോ? അവരെ നന്നായി പരിചരിക്കാത്തവർ ഈ വാത് കഴിഞ്ഞു പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം, അള്ളാന്റെ ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരായി മാറണം. അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുന്ന സ്നേഹമുള്ള കരുണയുള്ളവരായി മാറണം. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഒരു ഭർത്താവാണ്, കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ടോ? ഏറ്റവും മാന്യനായി അങ്ങാടിയിലും പള്ളിയിലും ഒക്കെയാണ് പോരാ. ഖിയാറുക്കും ഖിയാറുക്കും മിൻ അഹ്ലിഹി. വീട്ടുകാരോട് മാന്യനായി പെരുമാറണം. വീട്ടിൽ കുരച്ചു ചാടുന്നവനായി മാറരുത്. വീട്ടിലൊരു പോലീസായി മാറരുത്. മക്കളോട് എപ്പോൾ നോക്കിയാലും വഴക്കിടുന്ന, ദേഷ്യം പിടിക്കുന്നവനായി മാറരുത്. പുതിയ കാലഘട്ടമാണ്.
വആശിറുഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയോടെ മക്കളെ നമ്മുടെ കുടുംബത്തോട് പെരുമാറണം, ഭാര്യമാരോട് പെരുമാറണം. ഭാര്യമാരെ സ്വർഗം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഫ്ത ധരിച്ച് പർദ്ദ ധരിച്ച് എല്ലാം മറച്ച് മുത്തഖീങ്ങളായി നിസ്കരിക്കുന്നുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, തഹജ്ജുദുണ്ട്, വിരുന്നുകാരെ സൽക്കരിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭർത്താവിനോട് മോശമായി പെരുമാറുന്നു, അവകാശങ്ങൾ മാനിക്കുന്നില്ല, കടമകൾ നിർവഹിക്കുന്നില്ല, അയാൾ ആട്ടി അകറ്റുകയാണ്. രാത്രിയിൽ അവസാനത്തെ കട അടച്ചാലേ ഭർത്താവ് വീട്ടിലേക്ക് വരുള്ളൂ. നേരം വെളുത്താ സുബഹിക്ക് ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും. എന്താ വീട്ടിൽ പോവാത്തത്? അവിടേക്ക് പോയാൽ ഒരു സ്വസ്ഥതയില്ല, അവിടെ ഒരാളുണ്ട്. ആരാണ് അയാൾ? പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞാൻ ആരെയും വിമർശിക്കുകയല്ലോ, ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. ഒരു പെണ്ണിന് സ്വർഗം വേണോ? ഭർത്താവിനെ നന്നായി അനുസരിക്കണം, ഭർത്താവിനെ മാനിക്കണം. വിവാഹം കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി നടന്നാൽ ലഅനത്തുൽ മലായിക, മലായികത്തുകൾ ശപിക്കും. ഹത്താ തർജിഅ, അവൾ തിരിച്ചു മടങ്ങി വരുന്നതുവരെ. മാന്യമായി വേഷവിധാനം ധരിക്കാതെ സുഗന്ധം പൂശി അങ്ങാടിയിലൂടെ നടക്കുന്ന പെണ്ണിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, ഫഹിയ സാനിയ, അവൾ വേശ്യയാണ്, വേശ്യയാണ്. എൻ്റെ വാക്കല്ല, നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് പ്രശ്നമില്ല. ഫഹിയ സാനിയ, വെലസി നടക്കുകയാണ്, അണിഞ്ഞൊരുങ്ങി നടക്കുകയാണ്, ആളുകളെ കാണിക്കാൻ. പ്രിയപ്പെട്ട മക്കൾ, എന്ത് തീർതിയാണ്. സ്കൂളുകളിലേക്ക് വിദ്യാലയത്തിലേക്ക് പോകുന്ന മക്കളോട് നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാനില്ലേ? പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ ഉമ്മമാരെ ഉപ്പമാരെ ഇവിടെ ഒരുപാട് പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സ് നോക്കി ഞാൻ പറയട്ടെ, മക്കൾ ഇന്ന് തല്ലിൻ്റെ പിന്നാലെയാണ്. എത്രയെത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് വിദ്യാലയങ്ങളിൽ തല്ല് നടക്കുന്നത്. അങ്ങാടിയിൽ നടക്കുന്ന തല്ലെന്തിൻ്റെ പേരില്ലാന്ന് ആലോചിച്ച് നോക്ക്. MDMA, സിന്തറ്റിക് ലഹരികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണ്. മൊബൈൽ ഫോൺ അഡിക്റ്റഡായി മാറിയിരിക്കുകയാണ്. ചീത്ത ഒരുപാട് ദുശ്ശീലങ്ങൾ നടക്കുകയാണ്. ഈ സദസ്സിനിടയ്ക്ക് ആ പ്രായത്തിലുള്ള എത്ര കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ കഴിഞ്ഞു? അവർക്ക് ദീന് വേണ്ടേ? അവർക്ക് ഇസ്ലാം വേണ്ടേ? അവർ IPL മതിയോ? അവർക്ക് ICC മതിയോ? അവർക്ക് BSNL മതിയോ? അവർക്ക് ഇസ്ലാം ആകുന്ന ദീന് കൊടുക്കണ്ടേ? ഉമ്മമാരെ ഉപ്പമാരെ മക്കളോട് അടുത്തിരുന്ന് സംസാരിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കണം, തൊട്ട് സംസാരിക്കണം. എപ്പോൾ നോക്കിയാലും പിടിച്ച് ദേഷ്യം പിടിക്കരുത്, അവരെ വെറുപ്പിച്ച് ആട്ടിയകറ്റരുത്. എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ വീട്ടിൽ ഉമ്മാനോട് ഉപ്പാനോട് പറഞ്ഞാൽ എനിക്ക് പരിഹാരമുണ്ടാകുമെന്ന ആശ്വാസം കൊടുക്കണം. അവർ സെക്സ് റാക്കറ്റുകളുടെ പിന്നിലാകരുത്, അവർ ലഹരി റാക്കറ്റുകളുടെ പിന്നിലാകരുത്, അവർ സിനിമ റാക്കറ്റുകളുടെ പിന്നിലാകരുത്, അവർ ലെസ്ബിയന്മാരുടെ സ്വവർഗരതിക്കാരുടെ തോന്നിവാസികളുടെ പിന്നാലെ ലൈക്കടിച്ച് നടക്കുന്നവരായി മാറാതിരിക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ CRE സംവിധാനം പോലെ ദീന് പഠിക്കാൻ മദ്രസ കഴിഞ്ഞാലും അവർ പഠിക്കണം. QHLS സംവിധാനങ്ങൾ നമ്മളെല്ലാം ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാൻ നമ്മുടെ ചങ്ങാതിമാരോട് എന്ത് രസമായിട്ട്, സ്കൂളിലെ ടീച്ചർമാരോട് എന്ത് റെസ്പെക്റ്റിലാണ്. വീട്ടിലുള്ള ഉമ്മ ഉപ്പ എന്നത് നാം ജനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെക്കുറിച്ച് സ്വപ്നം കണ്ടവരാണ്. അവരെ ആട്ടിയകറ്റരുത്, അവരെ വെറുപ്പിക്കരുത്, അവരെ പുറന്തള്ളുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ആലോചിക്കുക. കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് ജീവിക്കല്ലേ. ഓരോ നിസ്സാര കാരണത്തിൻ്റെ പേര് പറഞ്ഞ് ജ്യേഷ്ഠാനുജന്മാർ പ്രിയപ്പെട്ടവർ പോലും അകന്ന് ജീവിക്കുകയാണ്, തിരിഞ്ഞു നോക്കാതെ. മരിച്ചാൽ കാണാൻ വരരുതെന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കൂല. ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചോരാണോ സ്വർഗത്തിലെത്തൂല. നമ്മുടെ നിസ്കാരം സമയബന്ധിതമായി ജമാഅത്തിലേക്ക് വരണം. വീടുകൾ ശാന്തമാകണം. വഴക്കിൻ്റെ കേന്ദ്രങ്ങളായി മാറരുത്. അവിടെ സിനിമയുടെ മ്യൂസിക്കിൻ്റെ കേന്ദ്രങ്ങളായി മാറരുത്. അവിടെ ദിക്റുകൾ ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവണം, ഇസ്ലാമിൻ്റെ ഷിആറുകൾ പാലിക്കുന്ന വീടായി മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സ്വർഗീയ ജീവിതത്തിനു വേണ്ടി ഓരോരുത്തരും അവനവനെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ സദസ്സ് അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും വലുത് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ വിളിച്ചു, അയാൾ പറയും, നമുക്ക് പറയാനുള്ളതൊക്കെ പറയും. ഇതെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ബല്ലിഗൂ അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. നേർവഴി സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ എന്ന് പറയുന്ന ഇസ്ലാമിക റേഡിയോ നമ്മുടെ ഫോണിൽ സൗജന്യമായി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഏകദേശം 10 ലക്ഷം ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 50-ലേറെ പ്രഭാഷകന്മാർ ദീനിയായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ കൗൺസിലിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കുക.
നമുക്ക് പരിഹാരമുണ്ടാക്കുന്ന പീസ് നൽകുന്ന സമാധാനം നൽകുന്ന തുരുത്താണ്. ഇൻഷാ അല്ലാഹ് നവംബർ 14 വെള്ളിയാഴ്ച പാണ്ടിക്കാട് വെച്ചുകൊണ്ട് പീസ് റേഡിയോയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഓർമ്മപ്പെടുത്തുകയാണ്, ഡേറ്റ് ഓർമ്മ വെക്കുക. നവംബർ 14 വെള്ളിയാഴ്ച. എത്താൻ കഴിയാവുന്നവരൊക്കെ ആ സദസ്സിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ആരെങ്കിലും പരിചയത്തിൽ ഒരു അധ്യാപകനായ LP UP ഹൈസ്കൂൾ +2 ഡിഗ്രി കോളേജ് എവിടെയെങ്കിലും അധ്യാപന ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുണ്ടോ? അയാൾക്ക് ദീന് കൊടുക്കണം. അയാൾ മക്കളെ പഠിപ്പിക്കുന്ന ആളാ. അയാൾക്ക് തല്ല് നിയന്ത്രിക്കാൻ പറ്റണം. അയാൾക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാറണം. അവിടെ എന്തോ നടന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്നാവരുത്. അവർ ഡാൻസ് ചെയ്യുമ്പോൾ തുള്ളിച്ചാടുന്ന ഡാൻസ് ആകുന്ന അധ്യാപകൻ, എല്ലാത്തിനും വലം വെച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളുള്ള നിയന്ത്രിക്കാൻ കഴിയാത്തവരായി മാറുമ്പോൾ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന പേരിൽ അധ്യാപക സമ്മേളനം നവംബർ 16 ഞായറാഴ്ച പട്ടാമ്പിയിൽ വെച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ആ സന്ദേശം ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ പരിചയത്തിലുള്ള ലിസ്റ്റിൽ മാഷ്, ടീച്ചർ എന്ന കോണ്ടാക്റ്റ് ഉള്ള മുഴുവൻ ആൾക്കാരെയും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ പങ്കെടുക്കണം കേട്ടോ. എന്താ കുഴപ്പം? ഇവിടെ ദീന് കൊടുക്കാനാണ്, ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അധ്യാപന രംഗത്തുണ്ടാകുന്ന അപച്യുതികൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാവരിലേക്കും സത്യത്തിൻ്റെ വിളി കൊടുക്കാൻ, ഈ ദീന് കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശം മരിക്കുന്നതിൻ്റെ മുമ്പ് നെറ്റിത്തടത്തിൽ അധ്വാനത്തിൻ്റെ വിയർപ്പ് തുള്ളികളോടെ മരിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ ഒരു ജനാസയെ കൊണ്ടുപോയി ജനങ്ങളെല്ലാവരും എത്രയോ നല്ല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ മനുഷ്യനെ കുറിച്ച്. നബിതങ്ങൾ പറഞ്ഞു, അയാൾക്ക് നിർബന്ധായി. പിന്നീട് ഒരിക്കലും ഒരു ജനാസയെ കൊണ്ടുപോയി. ആ ജനാസയെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ് അയാൾ, എന്തൊരു മോശപ്പെട്ടവനാണെന്ന് ഇങ്ങനെ വെറുതെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം പറയുന്നത് കേട്ടപ്പോൾ നബി പറഞ്ഞു, നിർബന്ധായി. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബി ഞങ്ങൾ ഇത് പറയണത്? ആദ്യം കൊണ്ടുപോയ വ്യക്തിനെ കുറിച്ച് ഒരുപാട് നല്ലത് പറയാനുണ്ടായിരുന്നു. വജബത്തിൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി കിട്ടും. പിന്നെ പോയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്തോ മോശമായിട്ടൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വജബത്തിൻ, നരകം അയാൾക്ക് നിർബന്ധമാകും. നമ്മളെക്കുറിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അയാളൊരു സിഗരറ്റ് വലിക്കാരനാണ്, അയാളൊരു ഹാൻസ് വലിക്കാരനാണ്, അയാളൊരു ഗീബത്ത് പറയുന്ന ആളാണ്, അയാൾ നാട്ടിൽ തെറി പറയുന്ന ആളാണ്, അയാൾ ഫുള്ള് തോന്നിയാസം പറയുന്ന ആളാണ്, അയാൾ ഒരു പലിശക്കാരനാണ്, അയാളൊരു കച്ചവടത്തിൽ ഭയങ്കരമായി കൃത്രിമം കാണിക്കുന്ന ആളാണ്. നമ്മളെക്കുറിച്ച് പറയാൻ ഒരുപാട് തിന്മകളുണ്ടെങ്കിൽ വേറെ അധികമൊന്നും വേണ്ടതില്ലെന്നും മാത്രം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈമാനോടെ മരിച്ച് സ്വർഗം നേടണമെന്ന ആഗ്രഹത്തോടെ അവിടെ എത്തിപ്പെടാൻ മരിക്കുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ, അള്ളാഹുവിൻ്റെ വിശാലമായ റാദിയത്തായ ജീവിതത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വലിയ മലക്കുകളുടെ ആവേശത്തോടെ കൊണ്ടുപോകുന്ന ഒരു ജനാസയായി മാറാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് ചെയ്തോൻക്ക് നല്ല പോലെ മരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പരലോകത്തെ വിശാലമായ സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി മാറാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നേരായ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ പഠിച്ചു മനസ്സിലാക്കി നിലയുറച്ച് എന്തൊക്കെ പ്രതിസന്ധികൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹക്ക് മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, എല്ലായിടങ്ങളിലും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹുവേ നീ ആശ്വാസം നൽകണമേ. ഈ ഒരു സദസ്സിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ അധ്വാനിച്ചവരുണ്ട്, എത്രയോ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടത്തിയവരുണ്ട്. എല്ലാം നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ നാട്ടിലെ ഓരോ മനുഷ്യരിലും ഈ സന്ദേശം അള്ളാഹുവേ നീ ഇതിൻ്റെ നന്മ എത്തിച്ചു കൊടുക്കുക, അവരെ ഹിദായത്തിന് കാരണക്കാരാക്കി മാറുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, എൻ്റെ ഈ സംസാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ശകലം, ഏതെങ്കിലും ഒരു സ്ഖലിതം, അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. പ്രിയ മക്കളെ, ഞങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ അള്ളാഹുവേ സത്യദീനിനോട് ഇഷ്ടമുള്ള നല്ലവരായ മക്കളാക്കി നീ മാറ്റി അനുഗ്രഹിച്ചു തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകുളിർമ നൽകണേ. അള്ളാഹുവേ, നിന്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിച്ച്, മുത്തഖീങ്ങളായി ആസ്വദിച്ച്, അവിടെ പരലോകത്തെ വിശിഷ്ടമായ സുഖാനുഭവങ്ങൾ
അനുഗ്രഹീതമായി ആസ്വദിക്കുന്ന ആ കൂട്ടർ റഫീഖാകുന്ന മികച്ച റഫീഖുമാരുടെ കൂടെ താമസിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.